السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കശ്ഫു ശുബ്ഹാത്ത് സംശയ നിവാരണം എന്ന പ്രസിദ്ധമായ ഒരു ലഘു കൃതി, അതാണ് നമ്മൾ വായിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. 3 ക്ലാസുകൾ നേരത്തെ കഴിഞ്ഞുപോയി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മക്കയിലെ മുശ്രിക്കുകൾക്ക് ഈ വിഷയത്തിൽ പറ്റിയ അബദ്ധം എന്താണ്? അവർക്കുണ്ടായിരുന്ന വിശ്വാസം എന്താണ്? എവിടെയാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത, അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കുകയും അത്യാപൽ ഘട്ടങ്ങളിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും ചെയ്ത ആ ആളുകൾ മുസ്ലിം അല്ലാതെ പോയത് എന്തുകൊണ്ടാണ്? യഥാർത്ഥ ആരാധ്യൻ അള്ളാഹു മാത്രമാണ്. അത് പഠിപ്പിക്കാനാണ് പ്രവാചകന്മാർ വന്നതും കിതാബുകൾ അവതരിപ്പിക്കപ്പെട്ടതും എന്നിങ്ങനെയുള്ള കാര്യമാണ് കഴിഞ്ഞ ക്ലാസുകളിൽ വിശദീകരിച്ചിട്ടുള്ളത്. അതിന്റെ തുടർച്ചയായി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതലഹും ലിയകൂന ദുആഉ കുല്ലുഹു ലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ മുശ്രിക്കുകളോട് യുദ്ധം ചെയ്തത് എന്തിനു വേണ്ടിയാണ്? ലിയകൂന ദുആഉ കുല്ലുഹു ലില്ലാഹ്. എല്ലാ ദുആവും പ്രാർത്ഥനയും അള്ളാഹുവിന് മാത്രമായിരിക്കണം എന്ന ഒരു കാര്യത്തിന് വേണ്ടിയാണ്. അതായത് മുശ്രിക്കുകളോട് നബിയും സഹാബത്തും യുദ്ധം ചെയ്തത് അള്ളാഹു ഉണ്ട് എന്ന വിഷയത്തിലല്ല, അള്ളാഹുവിന് ഇബാദത്ത് എടുക്കണോ വേണ്ടേ എന്ന വിഷയത്തിലല്ല, മറിച്ച് ഇബാദത്ത്, അതിന്റെ കാതലായ പ്രാർത്ഥന അള്ളാഹുവിന് മാത്രമായിരിക്കണം എന്ന വിഷയത്തിലാണ്. അപ്പൊ ആ മാത്രം വേണോ വേണ്ടേ എന്നതാണ് യുദ്ധം ചെയ്യാനുണ്ടായ കാരണം. പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോടും ആകാം എന്ന് മുശ്രിക്കുകളും, പ്രാർത്ഥന അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ എന്ന് നബിയും. ഇത് അംഗീകരിക്കാൻ തയ്യാറല്ല എന്നതുകൊണ്ട് മാത്രമാണ് മക്കയിലെ മുശ്രിക്കുകളായ അറബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധം ചെയ്തത്. അതേപോലെ അറവ്, അത് എല്ലാ അറവും അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം, എല്ലാ നേർച്ചയും അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം, എല്ലാ ഇസ്തിഗാസയും സഹായതട്ടവും അത് അള്ളാഹുവിനെ കൊണ്ടായിരിക്കണം. വജമീഉ അൻവാഇൽ ഇബാദത്തി കുല്ലുഹാ ലില്ലാഹ്. ആരാധനയുടെ ഇബാദത്തിന്റെ എല്ലാ ഇനങ്ങളും അള്ളാഹുവിനായിരിക്കണം. ഈ ഒരു കാര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെ ആകാൻ വേണ്ടിയാണ് ഇത് അംഗീകരിക്കാത്ത മുശ്രിക്കുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധം ചെയ്തത് എന്നും മുമ്പ് വായിച്ചു പോയതിൽ നിന്ന് നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ഷെയ്ഖിന്റെ വാചകം. എല്ലാ ദുആഉം അള്ളാഹുവിനായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ദുആ, നമ്മൾ നടത്തുന്ന ഏതൊരു ദുആയും അള്ളാഹുവിനായിരിക്കണം. ദുആ, പ്രാർത്ഥന എന്ന് പറയുന്നത് 2 തരമുണ്ട്. അതിവിടെ പല പണ്ഡിതന്മാരും ഇതുപോലുള്ള അഖീദയുടെ ഗ്രന്ഥങ്ങളിൽ ദുആനെ സംബന്ധിച്ചുള്ള വിശദീകരണത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. ദുആ 2 തരം. ഒന്ന് ദുആഉ ഇബാദ, 2 ദുആഉ മസ്അല. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കപ്പെടുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കപ്പെടേണ്ടുന്ന അള്ളാഹുവിന് ഇബാദത്ത് എടുക്കുന്നു. എന്തിനു വേണ്ടി? ഈ ഇബാദത്ത് കൊണ്ട്, ദുആ കൊണ്ട് പ്രതിഫലം കിട്ടും. അത് ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് ശിക്ഷയുണ്ടാകും എന്ന ഭയപ്പാടോടും കൂടി ചെയ്യുന്ന ദുആക്കാണ് ദുആഉ ഇബാദ, ഇബാദത്തായി തീരുന്ന ദുആ, അല്ലെങ്കിൽ ഇബാദത്തിന്റെ ദുആ എന്ന് പറയുന്നത്. ഈ ദുആ അള്ളാഹു അല്ലാത്ത ആർക്കും സമർപ്പിക്കാൻ പാടില്ല. അങ്ങനെ സമർപ്പിച്ചാൽ അത് അള്ളാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്തായി മാറും. അത് ചെയ്താൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഉദാഹരണത്തിന് നമ്മൾ നമസ്കരിക്കുന്നത്, നോമ്പ് വെൽക്കുന്നത്, സക്കാത്ത് കൊടുക്കുന്നത്, ഹജ്ജ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും അള്ളാഹു കൽപ്പിച്ചതാണ് എന്നതുകൊണ്ട് അത് ചെയ്താൽ കൂലി കിട്ടും, ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷ കിട്ടും. അപ്പൊ ആ കൽപ്പന നമ്മൾ പാലിക്കേണ്ടതുണ്ട് എന്ന നിലക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടിയും, പ്രതിഫലം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചും ഇല്ലെങ്കിൽ ശിക്ഷ കിട്ടുമെന്ന് പേടിച്ചും അള്ളാഹുവിന് നമ്മൾ സമർപ്പിക്കുന്ന ഇബാദ, ആരാധന. രണ്ടാമത്തേത് ദുആഉൽ മസ്അല. മസ്അല എന്ന് നമുക്കറിയാം, ചോദ്യം, ആവശ്യം അല്ലെങ്കിൽ ആവശ്യപ്പെടൽ, അങ്ങനെ പല അർത്ഥവും അതിനുണ്ട്. ദുആഉൽ മസ്അലത്തി, മസ്അലയുടെ ചോദ്യത്തിന്റെ ദുആ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് നമുക്ക് ആവശ്യമായ ഒരു കാര്യം അള്ളാഹുവിനോട് ചോദിക്കുക, അല്ലെങ്കിൽ നമ്മൾ പേടിക്കുന്ന, ഉണ്ടാകരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന, ഉണ്ടാകുന്നതിനെ ഭയപ്പെടുന്ന ഒരു കാര്യം, അള്ളാഹുവേ അത് എന്നിൽ നിന്ന് നീ അകറ്റണമേ, അല്ലെങ്കിൽ എനിക്ക് നീ അത് നൽകരുതേ എന്ന് അള്ളാഹുവിനോട് ആവശ്യപ്പെടുക. അപ്പൊ ഒന്നുകിൽ ഇഷ്ടപ്പെട്ട കാര്യം അള്ളാഹുവിനോട് ചോദിക്കുക,
ചോദിക്കുക, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത കാര്യം തരരുത് എന്ന് അള്ളാഹുവിനോട് ആവശ്യപ്പെടുക. അപ്പൊ ഇത് രണ്ടായിരുന്നാലും അള്ളാഹുവിനോട് ചോദ്യമാണ്. ഒന്ന് നൽകണമേ എന്ന ചോദ്യം, മറ്റൊന്ന് നൽകരുതേ എന്ന ചോദ്യം. അതുകൊണ്ടാണ് ഇന്ന് ദുആഉൽ മസ്അലത്തി, ചോദ്യത്തിന്റെ ദുആ, കിട്ടാനുള്ള ചോദ്യം അല്ലെങ്കിൽ നൽകരുത് എന്ന ചോദ്യം. ഇത് സാധാരണഗതിയിൽ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. പല വിഷയങ്ങളിലും ഇപ്പൊ രോഗം ഉണ്ടായാൽ രോഗം മാറ്റിത്തരണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അതൊരു ദുആ. പക്ഷെ ആ ദുആ എന്താണ്? നിസ്കാരം പോലെ അല്ലെങ്കിൽ നോമ്പ് പോലെ സക്കാത്ത് പോലെ ഉള്ളൊരു കാര്യമല്ല. നമ്മുടെ ആവശ്യം അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. ഇനി നമുക്ക് ഭക്ഷണം വേണം, വസ്ത്രം വേണം, വീട് വേണം, ജോലി വേണം. അപ്പൊ അള്ളാഹുവിനോട് ആ കാര്യം നമ്മൾ ചോദിക്കുന്നു. അപ്പൊ ഈ രണ്ട് തരത്തിൽ, ഒന്നുകിൽ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഇല്ലാതാകാൻ വേണ്ടി അള്ളാഹുവിനോട് ആവശ്യപ്പെട്ട് ചോദിക്കുന്ന ചോദ്യം, പ്രാർത്ഥന, അതാണ് ദുആഉ മസ്അല എന്ന് പറയുന്നത്. അപ്പൊ ഈ ഉദാഹരണത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഈ പറഞ്ഞ ഉദാഹരണങ്ങളിലൂടെ ഒന്ന് നമസ്കാരം, നോമ്പ് പോലുള്ള കാര്യം, അത് കൂലി കിട്ടാനും ശിക്ഷ കിട്ടാതിരിക്കാനും, അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പന പാലിച്ച് അല്ലെങ്കിൽ ഉപേക്ഷിക്കാൻ പറഞ്ഞ കാര്യം ഉപേക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന ഇബാദത്താണ്. അത് ദുആഉ ഇബാദ. നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക, അതും ദുആ ആണ്. ഈ രണ്ട് ദുആഉം അള്ളാഹുവിനോടേ പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനായിരിക്കണം നമസ്കരിക്കേണ്ടത്, അള്ളാഹുവിന് വേണ്ടിയാണ് നോമ്പ് നോക്കേണ്ടത്, സക്കാത്ത് കൊടുക്കേണ്ടത്, ഹജ്ജ് ചെയ്യേണ്ടത്, സത്യം പറയേണ്ടത്, കള്ളു കുടിക്കാതിരിക്കുന്നത്, ഇതൊക്കെ അള്ളാഹുവിന് നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടും ശിക്ഷയെ പേടിച്ചുകൊണ്ടും. കാരണം അത് ഇബാദത്താണ്. അത് അള്ളാഹു അല്ലാത്ത ആർക്കും ചെയ്യാൻ പാടില്ല. അതിലൊരു ദുആ ഉണ്ട്. നിസ്കാരത്തിൽ ദുആ ഉണ്ട്, നോമ്പ് നിൽക്കുന്നതിൽ ദുആ ഉണ്ട്, അള്ളാഹുവിന്റെ ഏത് കൽപ്പന പാലിക്കുന്നതിലും ദുആ അടങ്ങിയിട്ടുണ്ട്. അതെന്താ ദുആ? ഈ പ്രവൃത്തി നീ സ്വീകരിക്കണം, ഞാൻ ചെയ്യുന്ന ഈ അമലിന് എനിക്ക് നീ പ്രതിഫലം നൽകണം. ഇനിയൊരു കാര്യം അള്ളാഹു വിലക്കിയ കാര്യം ചെയ്യാതിരുന്നു, കള്ളു കുടിക്കരുത് എന്ന് അള്ളാഹു വിലക്കി, നമ്മൾ കള്ളു കുടിക്കുന്നില്ല, അതിനും കൂലിട്ടു. അതെന്താ? നമ്മളിപ്പോ ഒരു പണിയെടുക്കില്ല, ഒന്നും ചെയ്യില്ല, ചെയ്യാതൊക്കെ ചെയ്യുന്നത്. എന്തുകൊണ്ടാ ചെയ്യാതിരിക്കുന്നത്? അള്ളാഹു പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. വ്യഭിചരിക്കരുത്, വ്യഭിചരിക്കാൻ പോകുന്നില്ല, അപ്പോഴും കൂലി കിട്ടും. എന്താ? വ്യഭിചരിക്കാത്തത്, കള്ളു കുടിക്കാത്തത്, കക്കാത്തത്, കളവ് പറയാത്തത് അള്ളാഹുവെ നീ അത് വിലക്കിയത് കൊണ്ടാണ്. അത് ചെയ്താൽ ശിക്ഷയുണ്ടാകും എന്ന് ഞാൻ ഭയപ്പെടുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ തന്നെ, കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ശിക്ഷ പേടിച്ചുകൊണ്ട്. അപ്പൊ ഈ വിലക്കിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ചെയ്താൽ ശിക്ഷയുണ്ടാകും, അള്ളാഹിനെ പേടിയാണ്. അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹു വിലക്കിയ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പ്രാർത്ഥന, അള്ളാഹുവെ ഞാനിത് കുടിക്കാതിരിക്കുന്നത്, ചെയ്യാതിരിക്കുന്നത് കൊണ്ട് എനിക്ക് നീ കൂലി തരണേ. നിന്റെ കൂലി പ്രതീക്ഷിച്ച് ചെയ്താലുണ്ടാകുന്ന ശിക്ഷ പേടിച്ചാണ് ഞാൻ ഈ ഹറാമുകൾ ചെയ്യാത്തത്. ഈ വിശ്വാസത്തോടുകൂടി അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ഒഴിവാക്കുമ്പോൾ അതിനുള്ളിൽ ഒരു പ്രാർത്ഥന ഉണ്ട്. നമ്മൾ നാവ് കൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊരു തട്ടമുണ്ട്, ഈ കാര്യം ഞാൻ ചെയ്യാത്തത് അള്ളാഹുവിന്റെ ശിക്ഷ പേടിച്ചുകൊണ്ടാണ്, അപ്പൊ അതിനേക്ക് നീ കൂലി തരണം, ചെയ്താൽ ശിക്ഷ കിട്ടും, അതുകൊണ്ട് എന്നെ നീ അതിലേക്ക് കൊണ്ടുപോകരുത്. ഇങ്ങനെ ഏത് ഇബാദത്ത് പരിശോധിച്ചാലും അതിൽ ഒരു പ്രാർത്ഥന അടങ്ങിയിട്ടുണ്ട്. സക്കാത്ത് കൊടുക്കുന്നു, അല്ലെ സദഖ കൊടുക്കുന്നു, അത് കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പ്രാർത്ഥന ഉണ്ട്, എന്താ? ഇത് ചെയ്താൽ എനിക്ക് കൂലി കിട്ടും. സക്കാത്താണെങ്കിൽ കൊടുക്കാതിരുന്നാൽ ശിക്ഷയുണ്ടാകും. അപ്പൊ കൂലി പ്രതീക്ഷിച്ചും ശിക്ഷയെ പേടിച്ചുമാണ് നമ്മൾ അത്തരം കാര്യങ്ങൾ. ഇങ്ങനെ ഏത് കാര്യങ്ങൾ പരിശോധിച്ചാലും അതിലൊക്കെ ഒരു ദുആ നമ്മുടെ വായ കൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ ഒരു പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥന ഉണ്ടാകുമ്പോഴേ അത്തരം കാര്യങ്ങൾ ഇബാദത്താവുകയുള്ളൂ. ഇത് ആരൊക്കെ സമർപ്പിക്കാൻ പാടുള്ളൂ? അള്ളാഹുവിനെ സമർപ്പിക്കാൻ പാടുള്ളൂ. ഇതിപ്പോ നമ്മുടെ നാട്ടിലുള്ള മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകൾക്ക് തർക്കമില്ലാത്തൊരു വിഷയമാണ് ഇത്. ദുആഉ ഇബാദ, ഇബാദത്തിൽ അടങ്ങിയിട്ടുള്ള ദുആ അല്ലെങ്കിൽ ഇബാദത്താകുന്ന ദുആ അത് അള്ളാഹ്ക്കേ പാടുള്ളൂ. നോമ്പ് അള്ളാഹ്ക്കേ പാടുള്ളൂ. സക്കാത്ത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ആ കൂലി കിട്ടി അങ്ങനെ പ്രതീക്ഷിച്ച് കൊടുക്കാൻ പാടുള്ളൂ. വേറൊരാളെ തിരിക്ക് വേണ്ടി സക്കാത്ത് കൊടുക്കാൻ പാടില്ല. അതിലൊന്നും ഇവിടെ ഉള്ള അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന ആർക്കും തർക്കല്ല. എന്നാൽ രണ്ടാമത് പറഞ്ഞ വിഷയം ദുആഉൽ മസ്അല, അതും ഇബാദത്താണ്, അത് തൗഹീദാണ്. നമസ്കാരം അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും സമർപ്പിക്കാൻ പാടില്ലാത്തതുപോലെ കള്ളു കുടിക്കാതിരിക്കുന്നത് മറ്റാരെയും പേടിച്ചല്ല, CCTV പേടിച്ചല്ല, ബാപ്പയെ പേടിച്ചല്ല, നാട്ടുകാരെ പേടിച്ചല്ല, പോലീസ് കോടനെ പേടിച്ചല്ല, മറിച്ച് അള്ളാഹു കാണും എന്ന പേടി കൊണ്ടാണ്. അപ്പൊ അത് ഇബാദത്താണ്. ഇങ്ങനെയുള്ള ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രമേ പാടുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കുന്നത്, തരരുതേ എന്നാവശ്യപ്പെടുന്നത്, അതിലും ഒരു പ്രാർത്ഥനയുണ്ട്. തരണേ, അത് പ്രാർത്ഥനയാണ്. തരരുതേ, നീക്കണേ, അതും പ്രാർത്ഥനയാണ്. ഇതും നമസ്കാരം പോലുള്ള കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രമായതുപോലെ ദുആഉൽ മസ്അലയും അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. എന്നാൽ നമ്മുടെ നാട്ടിൽ, കേരളത്തിലെന്ന് മാത്രമല്ല ലോകത്ത് ഉള്ള കലിമ ചൊല്ലിയ അധിക പേരെയും പരിശോധിച്ചാൽ ആദ്യത്തെ കാര്യം അംഗീകരിക്കും. നിസ്കാരം, നോമ്പ്, സക്കാത്ത് പോലുള്ള ആരാധനാ കർമ്മങ്ങളൊക്കെ അള്ളാഹ്ക്ക് മാത്രം. എന്നാൽ അതേ ദുആഇന്റെ ഇനമായ ദുആഉൽ മസ്അല അത് അള്ളാഹ്ക്ക് മാത്രം എന്നത് അംഗീകരിക്കുന്നില്ല പലരും. അത്
അംഗീകരിക്കുന്നില്ലെങ്കിൽ അവൻ മുസ്ലിം അല്ല. കാരണം ദുആഇന്റെ പ്രാർത്ഥനയുടെ ഈ രണ്ട് ഇനങ്ങളും, ദുആഉ ഇബാദയും ദുആഉ മസ്അലയും അള്ളാഹുവിനെ നൽകാൻ പാടുള്ളൂ. ഒന്ന് അംഗീകരിച്ചത് കൊണ്ട് മാത്രം മുസ്ലിം ആവുകയില്ല, രണ്ടും അംഗീകരിക്കുകയും അതനുസരിച്ച് പാലിക്കുകയും ചെയ്യണം. അപ്പോഴേ മുസ്ലിം ആവുള്ളൂ. അല്ലെങ്കിൽ അത് ഏതിലാണോ തെറ്റിക്കുന്നത് അവിടെ ശിർക്ക് വരും. അങ്ങനെ പരിശോധിക്കുമ്പോൾ അള്ളാഹുവിന് മാത്രം കഴിയുന്ന, അള്ളാഹു അല്ലാത്ത മറ്റാർക്കും കഴിയാത്ത ഏതെല്ലാം വിഷയങ്ങളുണ്ടോ അതൊക്കെ അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. കാരണം അത് ദുആ ആണ്. അള്ളാഹു അല്ലാത്തവരോട് ചോദിച്ചാലോ, അള്ളാഹു അല്ലാത്തവരോട് തേടിയാലോ ഇത് അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ടുന്ന സൃഷ്ടികൾക്ക് സാധിക്കാത്ത ഒരു കാര്യം. അത് അള്ളാഹു അല്ലാത്തവരോട് ചോദിച്ചാൽ അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട ഒരു കാര്യം അള്ളാഹു അല്ലാത്തവന് സമർപ്പിച്ചു. അപ്പൊ അത് അയാളോടുള്ള അല്ലെങ്കിൽ അതിനോടുള്ള, അത് ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും മരിച്ചവരാണെങ്കിലും മനുഷ്യനാണെങ്കിലും മനുഷ്യനാത്ത കല്ലോ മരമോ വള്ളിയോ എന്തായിരുന്നാലും ശരി, അതിനോട് ചോദിച്ചാൽ അത് അവർക്കുള്ള ഇബാദത്തായി, അപ്പൊ അത് ശിർക്കായി. എന്നാൽ ജീവിച്ചിരിക്കുന്ന ആളുകളോട് അവർക്ക് കഴിയുന്ന വിഷയങ്ങളിൽ എന്തെങ്കിലും സഹായം ചോദിച്ചാൽ, വെള്ളം തരണേ, ചായ തരണേ, പൈസ തരണേ, സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അതും ഒരു തേട്ടമാണ്. പക്ഷെ അത് ശിർക്കല്ല. കാരണം അത് ഇബാദത്തല്ല. അത് മനുഷ്യന് ചെയ്യാൻ അള്ളാഹു ജന്മന നൽകിയിട്ടുള്ള കഴിവിന്റെ അടിസ്ഥാനത്തിലുള്ള അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചോദിക്കുന്നത്. അത് അള്ളാഹുവിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയല്ല, സൃഷ്ടികൾക്ക് അള്ളാഹു കൊടുത്ത കഴിവാണ്. ഇനി ഒരാൾ ജീവിച്ചിരിക്കുന്ന ആളല്ല, മരിച്ച ആളോട്, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ആളാണ്, നമ്മുടെ പരിസരത്തൊന്നും നമ്മളെ കാണുകയോ കേൾക്കുകയോ അറിയുകയോ ചെയ്യുന്ന പരിധിയിലുള്ള ഒരാളല്ല, മറ്റെവിടെയോ ഉള്ള ഒരാളാണ്. അയാൾക്ക് നമ്മുടെ സംസാരം ഇവിടെ അല്ലെങ്കിലും സംസാരം എത്തിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഫോണിൽ വിളിക്കാം, വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. ഇങ്ങനൊന്നും അറിഞ്ഞിട്ട് നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ഒരാളെ, അയാളോടാണ് ഈ പറയുന്ന ദുആ നടത്തുന്നത് എങ്കിൽ അപ്പോഴും അത് ശിർക്കായി മാറും. കാരണം മരിച്ചവർ നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയില്ല, കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യുകയില്ല. ദൂരെയുള്ള ഒരാൾ, അയാളും നമ്മുടെ മറ്റ് ഭൗതികമായ മാർഗങ്ങളൊന്നും ഇല്ലാത്ത തലക്ക് ആളെ നമ്മൾ വിളിച്ചാൽ അയാളത് കേൾക്കൂല, കേട്ടാൽ തന്നെ അയാൾക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ള കാര്യവും എന്തായിത്തീരും, അള്ളാഹു അല്ലാത്തവരോട് അല്ലെ ഈ മരിച്ചവരോടും സ്ഥലത്തില്ലാത്ത, കേൾക്കാത്ത, കാണാത്ത, അറിയാത്ത ആളുകളോട് ചോദിച്ചാൽ അതും ശിർക്കായി മാറും. അപ്പൊ ഇത് ഈ ദുആഇന്റെ എല്ലാ ദുആവും അള്ളാഹുവിനാണ് എന്നതിന്റെ വിശദീകരണമായി പറയപ്പെടുന്ന കാര്യം വളരെ ചുറ്റി പറഞ്ഞു തന്നെയാണ്. രണ്ടാമത്തെ വിഷയം എന്താ പറഞ്ഞത്? എല്ലാ അറവും അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടി അറക്കപ്പെടുന്നുവോ ആ അറക്കപ്പെടുന്ന ആളെ ബഹുമാനിക്കാൻ വേണ്ടിയോ അയാളിലേക്ക് അടുക്കാൻ വേണ്ടിയോ അയാളോട് വിനയം കാണിക്കാൻ വേണ്ടിയോ ആണ് അറക്കുന്നത് എങ്കിൽ ആ അറവ് ഇബാദത്താണ്. അത്തരം അറവ് അള്ളാഹുവിന് മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ. ഒരു മൃഗത്തെ അറക്കുന്നു, മൃഗത്തെ അറക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന ആളെ ബഹുമാനിക്കാൻ വേണ്ടിയാണ് എന്ന നിലക്കാണ് അറക്കുന്നതെങ്കിൽ അത് അയാൾക്ക് വേണ്ടിയുള്ള അറവാണ്. ഇന്ന ആളിലേക്ക് അടുക്കാനാണ് ഞാൻ ഈ കോഴിയെ അറക്കുന്നത്, അല്ലെങ്കിൽ ആടിനെ അറക്കുന്നത്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും മൃഗത്തെ അറക്കുന്നത് എന്ന നിലക്കാണ്, സാമീപ്യം ഉദ്ദേശിച്ചുകൊണ്ടാണ് അറക്കുന്നതെങ്കിൽ അത് ഇബാദത്തായി തീരും. ആ ഇബാദത്ത് അയാൾക്കുള്ള ഇബാദത്തായതുകൊണ്ട് ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കുക എന്ന ഇനത്തിൽ പെടും. അപ്പോ അത് ശിർക്കായി മാറും. ഈ പറഞ്ഞ രീതിയിൽ പുണ്യം ഉദ്ദേശിച്ചുകൊണ്ടോ അറക്കപ്പെടുന്ന ആളെ ബഹുമാനിക്കാൻ വേണ്ടിയോ അയാൾക്ക് കീഴ്പ്പെടാൻ വേണ്ടിയോ വിനയം കാണിക്കാൻ വേണ്ടിയോ ആണ് അറക്കുന്നത് എങ്കിൽ അത് ഇബാദത്താണ്. അത് അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് സമർപ്പിച്ചുകൂടാ. അപ്പൊ ഈ നമ്മുടെ നാട്ടിൽ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി അവരുടെ പേരിൽ നടത്തപ്പെടുന്ന പലതരത്തിലുള്ള അറവുകളുണ്ട്. അത്തരം അറവ് നടത്തുന്ന ആളുകളുടെ ഉദ്ദേശം ഈ അറവിലൂടെ അയാളുടെ തൃപ്തി ലഭിക്കണം, അയാളുടെ പ്രീതി ലഭിക്കണം, അയാളിലേക്ക് അടുക്കാൻ പറ്റണം, അങ്ങനെ അയാളുടെ ശഫായത്ത് കിട്ടണം, അങ്ങനെ അയാളുടെ ശഫായത്ത് കൊണ്ട് എനിക്ക് രക്ഷപ്പെടണം എന്ന നിലക്കാണെങ്കിൽ അത് ഇബാദത്തായി, അത് ശിർക്കായി. ഇനി ഇതൊന്നുമല്ല, ഒരാള് ഭക്ഷണത്തിന് വേണ്ടി തിന്നാൻ വേണ്ടി അറക്കുന്നു, അത് അനുവദിക്കപ്പെട്ടൊരു കാര്യമാണ്. അത് വേറൊരാൾക്ക് വേണ്ടിയിട്ടില്ല, നമുക്ക് തിന്നാനോ അല്ലെങ്കിൽ ആളുകൾക്ക് തീറ്റിക്കാനോ. നമ്മൾ തിന്നുന്നു, ബാക്കി ആളുകൾക്ക് വിതരണം ചെയ്യുന്നു, അത് അനുവദനീയമാണ്. മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് കൂലി കിട്ടുന്ന സദഖ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു മൃഗത്തെ അറുത്ത് ആളുകൾക്ക് കൊടുത്താൽ അതിലൂടെ ഭക്ഷണം നൽകിയ കൂലി കിട്ടും എന്നാണെങ്കിൽ അത് പുണ്യകരമായ കാര്യമാണ്. നമ്മൾ അഖീഖ, ഉദ്ഹിയ്യത്ത് അതുപോലുള്ള അറവുകൾ നടത്തുന്നത് അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ച് കൂലി കിട്ടും എന്ന പ്രതീക്ഷയോടുകൂടിയാണ്. അത് ഇബാദത്താണ്.
ഇനി അതിഥിയെ സൽക്കരിക്കാൻ വേണ്ടി സാധാരണ നമ്മൾ അറക്കാത്ത, എന്നാൽ ഒരു അതിഥി ഗസ്റ്റ് വന്നാൽ പണ്ടൊക്കെ വീട്ടിൽ നിന്ന് പിടിച്ച് അറക്കലാണ്. പറമ്പ് മുഴുവൻ ഓടിച്ചു പിടിച്ചിട്ട് കോഴിനെ അറക്കില്ല, എന്നൊന്നും കടയിൽ പോയി വാങ്ങാൻ കിട്ടില്ല. ഇപ്പം പിന്നെ നേരെ കടയിക്കാ പോവുക. അപ്പൊ ഒരു കോഴിനെ ഇറക്കുന്നു അല്ലെങ്കിൽ ഒരു മൃഗത്തെ ഇറക്കുന്നു. അതെന്താണ്? അത് അതിഥിയെ ബഹുമാനിക്കാൻ വേണ്ടിയാണ്. അതും അള്ളാഹ്ക്കുള്ള ഇബാദത്താണ്, അയാൾക്കുള്ള ഇബാദത്തല്ല. കാരണം എന്താ? അതിഥിയെ സൽക്കരിക്കണം എന്ന് അള്ളാഹു കൽപ്പിച്ചതാണ്. പ്രവാചകന്മാരുടെ മാതൃക ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹദീസുകൾ പറഞ്ഞത് കാണാം. അത് ഈമാന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞത് കാണാം. അപ്പൊ ഈമാൻ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന നിലക്ക് അതിഥിയെ സൽക്കരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരാൾ മൃഗത്തെ അറുത്താൽ അത് അള്ളാഹ്ക്കുള്ള ഇബാദത്താണ്. കാരണം അള്ളാഹുവിന്റെ കൽപ്പന പാലിച്ചുകൊണ്ട് നടത്തുന്ന ഒരു കാര്യമാണ്. അപ്പൊ കല്യാണം നടത്തുന്നു, കല്യാണത്തിൽ വിവാഹം കഴിഞ്ഞ് ഭാര്യാഭർത്താക്കന്മാർ വീടുകൂടി അതിനുശേഷം വലീമ നടത്തുന്നു. വലീമ നടത്താൻ വേണ്ടി ഒരു മൃഗത്തെ അറുത്തു, അത് ഇബാദത്താണ്, അത് അള്ളാഹ്ക്കുള്ള ഇബാദത്താണ്. കാരണം എന്താ? നബിന്റെ സുന്നത്തിൽപ്പെട്ടതാണ് വലീമ കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ആ വലീമക്ക് വേണ്ടി വലോ ബിശാത്തിൻ എന്ന് നബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത് കാണാം. ഒരാടിനെ അറുത്തിട്ടെങ്കിലും നീ വലീമ കൊടുക്കൂ എന്ന് അബ്ദുറഹ്മാൻ ഔഫിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പം വലീമക്ക് വേണ്ടി, വിവാഹശേഷം നടത്തുന്ന വലീമക്ക് വേണ്ടി അർവണ നടത്തുക, അതും അള്ളാഹുവിനുള്ള ഇബാദത്താണ്. അപ്പൊ ഈ പറഞ്ഞ തരത്തിൽ അനുവദനീയമായത് സുന്നത്തായി തീരുന്നത്. ഇനി നിർബന്ധമായ അറവുകൾ, ഇതുപോലെ അഖീഖ, അത് നിർബന്ധമാണോ അല്ലേ തർക്കണ്ട്. ഉളുഹിയ്യത്ത് നിർബന്ധമാണോ അല്ലേ തർക്കണ്ട്. ഇനി നിർബന്ധമാണ് എന്ന നിലക്കാണെങ്കിൽ അങ്ങനെ, സുന്നത്താണെങ്കിൽ അങ്ങനെ, അള്ളാഹു കൽപ്പിച്ച, പ്രവാചകൻ കൽപ്പിച്ച കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അറിവ്, ഇതൊക്കെ അള്ളാഹിനുള്ള ഇബാദത്താണ്. ഇപ്പറയുന്ന ഇബാദത്തായി തീരുന്ന നിലക്കുള്ള അറിവ് അള്ളാഹു അല്ലാത്ത ആർക്കു വേണ്ടിയും അറക്കാൻ പാടില്ല. അപ്പൊ എല്ലാ അറിവും അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. ഇതിനാണ്, അങ്ങനെ ആകാൻ വേണ്ടിയാണ് എന്ത് ചെയ്തെന്ന് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ മുശ്രിക്കുകളോട് യുദ്ധം ചെയ്തത്. കാരണം മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറവ് നടത്തിയിരുന്നു. അത് പാടില്ല. പുണ്യം ഉദ്ദേശിച്ച് അറവ് നടത്തുക എന്ന് പറയുന്ന ഇബാദത്താണ്, അത് അള്ളാഹ്ക്ക് മാത്രമേ പാടുള്ളൂ. ഇത് നമ്മൾ കഴിഞ്ഞ 2ാമത്തെ ക്ലാസ്സിലാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ 3ാമത്തെ ക്ലാസ്സിൽ അറിയില്ല. ഈ അവർ ചെയ്ത, ഇസ്ലാം പഠിപ്പിച്ച, അല്ലെങ്കിൽ അന്ന് നിലവിലുണ്ടായിരുന്ന മക്കയിലെ മുശ്രിക്കുകൾ ചെയ്ത നല്ല നല്ല കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ നമ്മൾ നമ്പറിട്ട് ഒരു ക്ലാസ് മുഴുവൻ ആ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. അതൊക്കെ ഇസ്ലാം അംഗീകരിച്ച ഇബ്രാഹിമി മില്ലത്തിന്റെ ഭാഗമായി അന്ന് നിലവിലുണ്ടായിരുന്ന കാര്യങ്ങളാണ്. അതൊക്കെ അവർ ചെയ്തു. പക്ഷേ അതോടൊപ്പം എന്തും ചെയ്തു? ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഒട്ടകത്തെ അറുത്ത് വിതരണം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ അറവ് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി, മരിച്ചവർക്ക് വേണ്ടി അറവ് നടത്തി. അത് ശിർക്കായി. 3ാമത് പറഞ്ഞത് നേർച്ചയാണ്. നേർച്ച എന്ന് പറഞ്ഞാൽ ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ള, പുണ്യമായി പറഞ്ഞിട്ടുള്ള, എന്നാൽ നിർബന്ധമല്ലാത്ത ഒരു കാര്യം ഒരാൾ സ്വയം ഞാനത് ചെയ്യും എന്ന് പ്രഖ്യാപിച്ച് സ്വയം നിർബന്ധമാക്കുക. അപ്പോഴാണ്, അല്ലെങ്കിൽ അത്തരം കാര്യത്തെക്കുറിച്ചാണ് നേർച്ച എന്ന് പറയുന്നത്. ഇപ്പൊ സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാം, സുന്നത്താണ്. എന്നാൽ ഒരാൾ പറയാം ഞാൻ 10 ആള് സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ നേർച്ചയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കൽ സുന്നത്തായ കാര്യമാണ്. ആ സുന്നത്തായ കാര്യം ചെയ്യാം, ചെയ്യാതിരിക്കാം, ചെയ്താൽ കൂലിയിട്ടു. എന്നാൽ ഒരാൾ ഞാൻ അങ്ങനെ ചെയ്യും എന്ന് അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്ത് പറഞ്ഞാൽ പിന്നെ അത് സുന്നത്തല്ല, അത് നിർബന്ധമായി. ഇതിനാണ് നേർച്ച എന്ന് പറയുന്നത്. ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള, സുന്നത്താക്കിയിട്ടുള്ള ഒരു കാര്യം സ്വയം നിർബന്ധമാക്കുക. അള്ളാഹ് നിർബന്ധാക്കിയല്ല, നമ്മൾ നമ്മുടെ മേൽ നിർബന്ധമാക്കുകയാണ്. അത്തരം നേർച്ചകൾ അതും ആർക്കായിരിക്കണം? അള്ളാഹുവിന്റെ പേരിലായിരിക്കണം. ബദരീങ്ങളുടെ പേരിൽ, അല്ലെങ്കിൽ ലുഹദീങ്ങളുടെ പേരിൽ, അബ്ദുൽ ഖാദിർ ജീലാനിയുടെ പേരിൽ, അങ്ങനെയുള്ള അള്ളാഹു അല്ലാത്ത ഒരാളുടെ പേരിലും നേർച്ച പാടില്ല. അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കാൻ വേണ്ടി ആയിരിക്കണം നേർച്ച നടത്തേണ്ടത്. ആ നേർച്ച എന്ന് പറയുന്നത് ഭക്ഷണം കൊടുക്കലായാലും അറുത്ത് വിതരണം ചെയ്യലായാലും ഇനി മറ്റു വല്ല കാര്യമാണെങ്കിലും ശരി, അതൊക്കെ അള്ളാഹുവിനുള്ള ഇബാദത്താണ്. അല്ലാത്ത ആളുകൾക്ക് അത് ചെയ്യാൻ പാടില്ല. ഇനി നേർച്ചന്റെ ഹുക്ം എന്താണ്? നേർച്ച എന്തെല്ലാം ഇനങ്ങളുണ്ട്, അതൊക്കെ വേറെ കുറെ വിശദീകരിക്കേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പോലെയുള്ള നേർച്ച എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ്. ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച നേർച്ച എന്ന് പറയുന്നത് ഉപാധിയില്ലാതെ സ്വമേധയാ ചെയ്യുന്ന നേർച്ചയാണ്. അതിന്റെ വിശദീകരിക്കാതെ ചുരുക്കി പറഞ്ഞു മാത്രം. ഉപാധി വെച്ചുകൊണ്ടാണ് നാട്ടിൽ പലപ്പോഴും നേർച്ച നടത്താറുള്ളത്. ജോലി കിട്ടാൻ, ശമ്പളം കൂടാൻ, കുട്ടി പാസ്സാകാൻ, രോഗം മാറാൻ. അപ്പൊ എന്തായി? ഇതൊക്കെ ഒരു ഉപാധിയാണ്. അങ്ങനെ ഉള്ള ഒരു നേർച്ച ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഒരു ഉപാധിയില്ലാതെ നേർച്ചയാക്കുക, ഒന്നുമില്ല, അതിന്റെ വാലുമലൊന്നുമില്ല. അതാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള നേർച്ച എന്ന് പറയുന്നത്. ഇനി രോഗം മാറാൻ വേണ്ടി, അല്ലെങ്കിൽ ശമ്പളം കിട്ടാൻ വേണ്ടി,
എന്ന് പറഞ്ഞുകൊണ്ട് നേർച്ചയാക്കുമ്പോൾ എന്തായി, ഈ നേർച്ച കൊണ്ടാണ് അള്ളാഹു എന്റെ കാര്യം സാധിപ്പിച്ചു തന്നത് എന്ന് വരും. അപ്പൊ അള്ളാഹു പകരം വാങ്ങുന്നവനായി. ഒന്ന് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു, അള്ളാഹു അങ്ങോട്ട് തരുന്നു. അപ്പൊ പകരം വാങ്ങുന്നവനാക്കുകയാണ് അള്ളാഹുവിനെ. അത്തരം നേർച്ച ഹറാമാണ്. നേരെ മറിച്ച് ഞാൻ എനിക്ക് ഇന്ന കാര്യം സാധിച്ചാൽ ഞാൻ ഇന്നത് ചെയ്യാം എന്ന് പറയുകയാണെങ്കിൽ അത് അനുവദനീയമാണ് എന്ന് മാത്രം. നേർച്ചന്റെ ഹുക്കും തന്നെ, നേർച്ച എന്താണ് എന്ന് ചോദിച്ചാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞത് നേർച്ച ഹറാമാണെന്നാണ്, വേറെ ചില ആൾക്കാർ നേർച്ച കറാഹത്താണ്. കാരണം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് കാണാം, നേർച്ച ഒരു ഖൈറും കൊണ്ടുവരികയില്ല. നേർച്ച ആക്കിയത് കൊണ്ട് ഒരു കാര്യം കിട്ടില്ല. അള്ളാഹു ചെയ്യുന്ന അള്ളാഹ് ചെയ്യും. അപ്പൊ നമ്മളൊരു കാര്യം അള്ളാഹുവിന്റെ പേരിൽ നേർച്ചയാക്കിയാൽ അതുകൊണ്ടൊന്നും നേടിയെടുക്കാനല്ല. പിശുക്കന്റെ പക്കൽ നിന്ന് പൈസയെ പുറത്തെടുക്കുന്നു എന്നതല്ലാതെ നേർച്ച കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല. നമ്മൾ സമൂഹത്തിൽ നോക്കേണ്ടി അക്കീക്കറക്കാത്തവൻ, ഉളിയത്തറക്കാത്തവൻ, ഒരാൾക്കും ഒരു 10 പൈസ പോലും കൊടുക്കാത്തവൻ, ഇങ്ങനെയുള്ള പിശുക്കന്മാരൊക്കെ പൈസ പുറത്തെടുക്കും. എപ്പോഴാ? നേർച്ചയാക്കുമ്പോ. കാരണം അവന്റെ മനസ്സിൽ വേറെ തോന്നുന്നുണ്ട്, എന്തോന്ന് കിട്ടാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും പോകാൻ. അങ്ങനെ ഒരു ഖൈറും കിട്ടൂല. ഇത് ഹദീസിൽ വളരെ വ്യക്തമായി പറഞ്ഞ കാര്യം. ഇവിടെ പറയുന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്താ? ഈ നേർച്ച ഇബാദത്താകുന്ന നേർച്ച അള്ളാഹു അല്ലാത്ത ആർക്കും പാടില്ല. മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന കാലഘട്ടത്തിലെ അറബികൾ അള്ളാഹുവിന്റെ പേരിൽ നേർച്ചയാക്കിയിരുന്നു. മുമ്പത്തെ ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ പേരിൽ നേർച്ചയാക്കിയിരുന്നു, മൃഗങ്ങളെ നേർച്ചയാക്കിയിരുന്നു. അതുപോലെ തന്നെ കാർഷിക സമ്പത്തിൽ നിന്ന് വിളവ് കിട്ടിയാൽ ഇത്ര എന്ന് പറഞ്ഞ് നേർച്ചയാക്കിയിരുന്നു. അത് മാത്രമുള്ളെങ്കിൽ ഈ യുദ്ധത്തിന് ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ അള്ളാഹുവിന് നേർച്ചയാക്കി, അതോടൊപ്പം അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് നേർച്ചയാക്കി. ഒട്ടകങ്ങളെ നേർച്ചയാക്കി, കന്നുകാലികളെ നേർച്ചയാക്കി, ഒട്ടക കുട്ടികളെ നേർച്ചയാക്കി, കാർഷിക വിളകൾ വിളവെടുക്കുമ്പോൾ അതിന്റെ എത്ര ഭാഗം അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കി. അപ്പൊ എന്തായി? ഒരു ഭാഗത്ത് അള്ളാഹു മാത്രം, മറ്റൊരു ഭാഗത്ത് അള്ളാഹു അല്ലാത്തവർക്ക്. ശിർക്കാണ്. പ്രാർത്ഥിച്ച പോലെ തന്നെ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചു, സാധാരണ ചെറിയ കേസിൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചു. അത് പറ്റൂല. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം, അറിവ് അള്ളാഹുവിന് മാത്രം, നേർച്ച അള്ളാഹുവിന് മാത്രം, രണ്ടും കൂടി കൂട്ടിക്കിട്ടുന്ന പരിപാടിയില്ല. അത് ശിർക്കാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ അള്ളാഹുവിന് മാത്രം എന്ന് ആയിത്തീരാൻ വേണ്ടിയാണ് നബി മക്കയിലെ മുശ്രിക്കുകളോട് യുദ്ധം ചെയ്തത്. ഇല്ലെങ്കിൽ യുദ്ധത്തിന് ആവശ്യം ഉണ്ടായിരുന്നില്ല. രണ്ടും പറ്റുമെങ്കിൽ. നാലാമത് പറഞ്ഞതോ, അള്ളാഹുവിനോട് ഇസ്തിഗാസ നടത്തുക. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ അടിയന്തര സഹായം. സാധാരണ വിഷയത്തിലുള്ളൊരു സഹായമല്ല. അത്യാവശ്യ ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ സഹായം തേടുന്നതിനാണ് ഇസ്തിഗാസ എന്ന് പറയുക. ഇത് പണ്ഡിതന്മാരുടെ നിർവചനങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ തന്നെ കൊടുത്തുള്ള വാചകം, ഇതിന്റെ ഷർഹിൽ തലബുൽ ഗൗസി വൽ ഇൻഖാദി മിനശ് ശിദ്ദത്തി വൽ ഹലാൽ. നാശവും കാഠിന്യവും ഉണ്ടാകുമ്പോൾ രക്ഷപ്പെടുത്താനും അതുപോലെ തന്നെ സഹായവും ആവശ്യപ്പെടുക. അതിനാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. അതാണ് അടിയന്തര സഹായം തേടുക എന്നുള്ളത്. പ്രത്യേക ശക്തമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഉള്ള സഹായതേട്ടം. അതും എന്താണ്? ഇബാദത്താണ്. അത് അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട വിഷയത്തിൽ സഹായതേട്ടം അള്ളാഹുവിനോടെ പാടുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ അതല്ലാത്ത വിഷയങ്ങളിൽ മനുഷ്യന് കഴിയുന്ന അല്ലെങ്കിൽ സൃഷ്ടികൾക്ക് കഴിയുന്ന വിഷയങ്ങളിലാണെങ്കിൽ അവരോട് ചോദിക്കാം. അവർക്ക് കഴിയാത്ത വിഷയത്തിലാണെങ്കിൽ അള്ളാഹുവിനോടെ പാടുള്ളൂ. അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് അവനോട് മാത്രം ചോദിക്കണം. സൃഷ്ടികളോട് പറ്റും എന്ന് പറയാൻ കാരണം, മൂസാ നബിയുടെ അടുത്ത് വെച്ച് അടിപിടി കൂടിയ ബനി ഇസ്രായേലിയനും കോപ്റ്റിക് വംശത്തിൽപ്പെട്ടവനും ഖിബ്തിയിൽപ്പെട്ടവൻ രണ്ടാളും തല്ലൂടുക. അപ്പൊ തന്റെ കക്ഷിയിൽപ്പെട്ടവൻ മൂസാ നബിയോട് സഹായം തേടി എന്ന് പറയുന്നിടത്ത് ഇസ്തഗാസ എന്നാണ് ഖുർആൻ ഉപയോഗിച്ചത്. അത് ശിർക്കല്ല. കാരണം എന്താ? രണ്ടാളും അടി ഉണ്ടാക്കുമ്പോൾ ഒരുത്തനെ പിടിക്കുക, രക്ഷപ്പെടുത്തുക, ഒന്നുകിൽ വേർപെടുത്തുക, അതൊരു സഹായമാണ്. അല്ലെങ്കിൽ അടി കിട്ടുന്നവനെ തടുക്കാൻ സഹായിക്കുക, അല്ലെങ്കിൽ അടിക്കുന്നവനെ മാറ്റാൻ ശ്രമിക്കുക, ഇതൊക്കെ സഹായമാണ്. ഈ സഹായം മനുഷ്യൻ ചെയ്തു വെക്കാൻ പറ്റുന്നതാണ്. അവിടെയും ഖുർആൻ ഇസ്തഗാസ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അത് ശിർക്കല്ല. സഹായിക്കാൻ പറ്റുന്നതിൽ സഹായം ചെയ്യാം. എന്നാൽ യുദ്ധഘട്ടത്തിൽ, അവിടെ യുദ്ധത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ, അത്തരം ഘട്ടത്തിൽ മനുഷ്യരുടെ എല്ലാ കഴിവുകളും അസ്തമിക്കുന്നിടത്ത് ഉള്ള ഇസ്തിഗാസ, അതാരോടാ ചോദിക്കേണ്ടത്? ആയുധമുണ്ട്, ആളുകളുണ്ട്, ആളുകൾ യുദ്ധം ചെയ്യുന്നുണ്ട്, പക്ഷേ രക്ഷല്ല. ഇതുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല. അതിനേക്കാൾ അപ്പുറത്താണ് ശത്രുക്കളുടെ ശക്തി എന്ന് പറയുന്നത്. അവിടെ വേറെ രണ്ട് മനുഷ്യന്മാരോട് സഹായം ചോദിച്ചിട്ട് കാര്യമില്ല. ഇവിടെ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകണം. ഇത് ഖുർആനിൽ ബദർ യുദ്ധവുമായി മറ്റും ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അള്ളാഹുവിനോട് ചോദിച്ച ചോദ്യത്തെ സംബന്ധിച്ച് ഇതേ പദം അള്ളാഹു ഉപയോഗിച്ചത് കാണാം. ഇത് തസ്തഗീഥൂന റബ്ബക്കും ഫസ്തജാബ ലക്കും. യുദ്ധത്തിൽ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയ സന്ദർഭം,
അപ്പോൾ നിങ്ങൾക്ക് അള്ളാഹു ഉത്തരം നൽകി. നിങ്ങളുടെ ഇസ്തിഗാസ അടിയന്തര സഹായതേട്ടത്തിന് അള്ളാഹു ഉത്തരം നൽകി. എന്താ ഉത്തരം? നിങ്ങൾക്ക് മലക്കുകളിൽ നിന്ന് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന 1000 മലക്കുകളെ കൊണ്ട് നിങ്ങൾക്ക് ഞാൻ സഹായം നൽകാം എന്ന് അള്ളാഹു മറുപടി കൊടുത്തു. അങ്ങനെ മലക്കുകൾ അവതരിച്ചു. എവിടെ? ബദറിൽ. ഇത് ബദർ യുദ്ധത്തെ കുറിച്ച് പറഞ്ഞതാണ്. ഇവിടെ ഉപയോഗിച്ച വാക്കെന്താ? നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തി. അപ്പൊ യുദ്ധക്കളത്തിൽ മുസ്ലിങ്ങളെക്കാൾ ശത്രുക്കളുണ്ട്, അവരുടെ ആയുധം കൂടുതലുണ്ട്, ആൾബലം കൂടുതലുണ്ട്, ഇതൊക്കെ ഉണ്ട്. മുസ്ലിങ്ങൾ പരാജയപ്പെടാൻ പോകുന്നു. അത്തരം ഘട്ടത്തിൽ അടിയന്തര സഹായം അവിടെ സഹായിക്കാൻ പറ്റിയവനാരാ? അള്ളാഹുവിനോട് ഇസ്തിഗാസ നടത്തി. എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മരിച്ചുപോയവരോടോ അല്ലെങ്കിൽ ജീവനുള്ളവരാണെങ്കിലും സ്ഥലത്തില്ലാത്ത, സഹായിക്കാൻ കഴിയാത്ത ആളോട് ഇത്തരം അടിയന്തര സഹായം തേടിയാൽ അത് അവരോടുള്ള ദുആ ആണ്. അപ്പൊ അത് അവരോടുള്ള ഇബാദത്താണ്. അങ്ങനെ വരുമ്പോൾ അത് അള്ളാഹുവിൽ പങ്കുചേർക്കലായി തീർക്കായി. ഒരാള് ഒരു കിണറ്റിൽ വീണു വിചാരിക്കുക, അല്ലെ കുളത്തിലോ പുഴയിലോ ഒഴുക്കുള്ള വെള്ളത്തിലോ വീണു. അപ്പൊ ഒരു സഹായം ആവശ്യമാണ്. അവിടെ തൊട്ടടുത്ത് ഒരു മൊയ്തീനുണ്ട്, നമ്മളെ മൽപ്പത്തെ ഭാഷ മെയ്തീൻ. ആ മെയ്തീനോട് മെയ്തീനെ കാക്കണേ എന്ന് പറഞ്ഞാൽ ഒരു കയറോ വടിയോ എന്തെങ്കിലും ഇട്ടുന്നിട്ട്, അല്ലെങ്കിൽ നീന്തി വന്നിട്ടോ, അല്ലെങ്കിൽ 4 ആളെ വിളിച്ചു വരുത്തിയിട്ടോ നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റും. ഇതും ഒരു ഇസ്തിഗാസയാണ്. ഇത് മൂസാ നബിയോട് മൂസാ നബിനെ അനുയായി ചോദിച്ചതുപോലെ അടിയന്തര ഘട്ടമാണ്. വെള്ളത്തിൽ മുങ്ങാണ്, മരിച്ചു, ശ്വാസം കിട്ടില്ല, വെള്ളം കുടിക്കും. അപ്പൊ ഒരു സഹായം അടുത്തുള്ള ആളോട്, അയാൾക്ക് കഴിയുന്നൊരു കാര്യം, ഈ പറഞ്ഞ ഏതെങ്കിലും രീതിയിൽ സഹായിക്കാവുന്ന ഒരു കാര്യം അയാളോട് ചോദിച്ചു. അത് അനുവദനീയമായ ഇസ്തിഗാസയാണ്. അങ്ങനെ ചോദിച്ചാൽ സഹായിക്കൽ നിർബന്ധവുമാണ്. ഇയാൾ കിടന്ന് എന്നെ കൊണ്ടാവില്ലെന്ന് അറിയാൻ പറ്റില്ല. എങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റുമോ അങ്ങനെ രക്ഷപ്പെടുത്തണം. എന്നാൽ ഈ വെള്ളത്തിൽ വീണ ആൾ സ്ഥലത്തില്ലാത്ത ഒരു മൊയ്തീനെ വിളിച്ചു. ഏത് മൊയ്തീന? ഗൗസുല്ല വെള്ളം. ഇറാഖ് കിടക്കുന്ന മൊഹീദ്ദീനാണല്ലോ മൊയ്തീനായിരുന്നു. അപ്പോ ഇറാഖ് കിടക്കുന്ന മൊയ്തീൻ, ഈ മൊയ്തീൻ ജീവിച്ചിരിപ്പില്ല. ഇവിടുന്ന് വിളിക്കുന്നത് ഇറാഖ് കിടക്കുന്ന മൊയ്തീൻ കേൾക്കൂല. ഇനി കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യാൻ പറ്റില്ല. അവിടുന്ന് ഇങ്ങോട്ട് കയറിട്ട് വന്നിട്ടോ വടിയിട്ട് വന്നിട്ടോ ഒരു നിലക്കും രക്ഷപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ കഴിവില്ലാത്ത ഒരാളെ അയാളോട് അടിയന്തര സഹായം തേടുന്നത് എന്തായി? അത് ശിർക്കാണ്. കാരണം മനുഷ്യന്റെ കഴിവിൽപ്പെട്ടതല്ല. ഒന്ന് ജീവിച്ചിരിപ്പില്ല. രണ്ടാമത്തത് ഇനി കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ, കേട്ടാൽ തന്നെ സഹായിക്കാൻ കഴിയില്ല. രണ്ടും വിളിച്ചത് 2 മൊയ്തീനെയാണ്. ഒന്ന് സഹായിക്കാൻ പറ്റുന്ന മൊയ്തീനെ വിളിച്ചു, അത് ഇബാദത്തല്ല. സഹായിക്കാൻ പറ്റാത്ത, സ്ഥലത്തില്ലാത്ത, ഗായിബായ അല്ലെങ്കിൽ മരിച്ചുപോയ ഒരു മൊയ്തീനോട് സഹായം തേടുന്നു. ഒന്ന് ഇബാദത്താകുന്നു, മറ്റത് ഇബാദത്തല്ല. നേരത്തെ ദുആനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന ഇസ്തിഗാസയും 3 തരമായി പണ്ഡിതന്മാർ വിശദീകരിച്ചു കാണാം. അപ്പൊ ഇതൊക്കെ ഇത്തരത്തിലുള്ള ഇബാദത്തിന്റെ എല്ലാ ഇനങ്ങളും അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്ന് പഠിപ്പിക്കാനും അത് അംഗീകരിക്കാത്തത് കൊണ്ടുമാണ് മുശ്രിക്കുകളോട് യുദ്ധം ചെയ്തത്. വഅറഫ്ത അന്ന ഇഖ്റാറഹും ബിതൗഹീദിർ റുബൂബിയ്യത്തി ലം യുദ്ഖിൽഹും ഫിൽ ഇസ്ലാം വഅന്ന ഖസ്ദഹും അൽ മലായിക അവിൽ അംബിയാ അവിൽ ഔലിയാ യുരീദൂന ശഫാഅതഹും വത്തഖറബ ഇലല്ലാഹി ബിദാലിക ഹുവല്ലദീ അഹല്ല ദിമാഅഹും വഅംവാലഹും. ഇനി പറയാൻ പോകുന്നത് എന്തിനാണ് നബി യുദ്ധം ചെയ്തത് എന്നിനി മനസ്സിലാക്കുകയും, രണ്ടാമത്തേത് തൗഹീദുർ റുബൂബിയ്യ, അള്ളാഹുവാണ് സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ലോകം നിയന്ത്രിക്കുകയും മഴ വർഷിപ്പിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നവൻ അള്ളാഹുവാണ് എന്ന തൗഹീദിന്റെ ഒന്നാമത്തെ ഇനമായ തൗഹീദുർ റുബൂബിയ്യ. ഇത് ഒന്നാമത്തെ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട്. ആ തൗഹീദുർ റുബൂബിയ്യ ഒരുത്തൻ അംഗീകരിച്ചു എന്നത് ലം യുദ്ഖിൽഹും ഫിൽ ഇസ്ലാം, അവരെ ഇസ്ലാമിൽ ഉൾപ്പെടുത്തിയില്ല, പ്രവേശിപ്പിച്ചില്ല. അതായത് മക്കയിലെ മുശ്രിക്കുകൾക്ക് ഉണ്ടായിരുന്ന ഒരു വിശ്വാസമുണ്ട്. അതെന്താ? അള്ളാഹുവാണ് സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവൻ. അത് തൗഹീദിന്റെ ഒന്നാമത്തെ ഇനമാണ്. അതിന്റെ രണ്ടാമത്തെ വശം എന്താ? സൃഷ്ടിക്കാനും സംരക്ഷിക്കാനും പരിപാലിക്കാനും കഴിയുന്ന അള്ളാഹുവിനോട് മാത്രമേ സഹായം ചോദിക്കാൻ പാടുള്ളൂ. അതവർ അംഗീകരിച്ചില്ല. അപ്പൊ എന്തായി? ദുആ, നേർച്ച, അറവ്, സഹായതട്ടം, ഇത്തരം കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് ചെയ്തു. റുബൂബിയത്ത് മാത്രം അംഗീകരിച്ചതുകൊണ്ട് മക്കയിലെ മുശ്രിക്കുകൾ ഇസ്ലാമിൽ ഉൾപ്പെട്ടവരായില്ല. അപ്പൊ അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിച്ചു, ഇപ്പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അള്ളാഹുവാണ് എന്നും വിശ്വസിച്ചു. അതുകൊണ്ട് മാത്രം ഒരാൾ മുസ്ലിം ആവില്ല. മറിച്ച് അവരെന്ത് ചെയ്തു? അന്ന ഖസ്ദഹും അൽ മലായികത അവിൽ അംബിയാ അവിൽ ഔലിയാ യുരീദൂന ശഫാഅതഹും. അള്ളാഹുവിന്റെ റുബൂബിയത്ത് അംഗീകരിക്കുകയും എന്നാൽ അള്ളാഹുവിന്റെ തന്നെ ശ്രേഷ്ഠന്മാരായ സൃഷ്ടികളായ മലക്കുകളെയോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അമ്പിയാക്കളെയോ അല്ലെങ്കിൽ ഔലിയാക്കളെയോ, ഔലിയ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുത്ത ആളുകൾ. എങ്ങനെ അടുത്ത ആളുകൾ? അള്ളാഹുവിൽ വിശ്വസിച്ച് അവന്റെ കൽപ്പനകൾ പാലിച്ച് അവൻ വിലക്കിയ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ജീവിക്കുന്ന ആൾക്കാണ് വലിയ എന്ന് പറയാ. ഔലിയ എന്നുള്ളത് അതിന്റെ ബഹുവചനാണ്.
അല്ലെങ്കിൽ സ്വാലിഹീങ്ങൾ, മുത്തഖീങ്ങൾ എന്നൊക്കെ പറയാം. അപ്പൊ മലക്കുകൾ, നബിമാർ, ഔലിയാക്കൾ, ഈ ആളുകളെ മക്കയിലെ മുശ്രിക്കുകൾ ലക്ഷ്യം വെച്ചു. യുരീദൂന ശഫാഅത്തഹും, എങ്ങനെ ലക്ഷ്യം വെച്ചത്? അവരുടെ ശഫാഅത്തിനെ ഉദ്ദേശിച്ചു. മലക്കുകൾ നമുക്ക് വേണ്ടി ശുപാർശ നടത്തി നമ്മെ രക്ഷിക്കാൻ അവർക്ക് സാധിക്കും. മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്ന് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നു. ഈസാ നബി അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിച്ചതുപോലെ അമ്പിയാക്കന്മാരോട് ചോദിച്ചാൽ അവരുടെ ശഫാഅത്ത് നമുക്ക് കിട്ടും, അങ്ങനെ രക്ഷപ്പെടാൻ പറ്റും. ഔലിയാക്കളോട് ആവശ്യപ്പെട്ടാൽ, അവർക്ക് വേണ്ടി അറിവ് നടത്തിയാൽ, അവരുടെ സഹായദാട്ടം നടത്തിയാൽ അവർ നമുക്ക് വേണ്ടി ശുപാർശ പറഞ്ഞ് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് രക്ഷപ്പെടുത്തും. അങ്ങനെ അവരോട് അടുക്കുവാനും അത് മുഖേന അവരുടെ ശഫാഅത്ത് കിട്ടാനും സാധിക്കും എന്ന് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിക്കുകയും ചെയ്തു. ഹുവല്ലദീ അഹല്ല ദിമാഅഹും വഅംവാലഹും, ഈ രണ്ട് കാര്യങ്ങളാണ് മക്കയിലെ അറബികളുടെ രക്തത്തെയും സമ്പാദ്യങ്ങളെയും ഹലാലാക്കിയത്. ഏതാണ് രണ്ട് കാര്യം? ഒന്ന്, റുബൂബിയത്ത് മാത്രം അംഗീകരിച്ചു, ഉലൂഹിയത്ത് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന കാര്യം അംഗീകരിച്ചില്ല. രണ്ടാമത്തേത്, മലക്കുകളും അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും അവരോട് ചോദിച്ചാൽ, അവരോട് തേടിയാൽ, അവർക്ക് നേർച്ചയാക്കിയാൽ അവരോട് അടുക്കാൻ പറ്റും. അങ്ങനെ അവരോട് എത്രത്തോളം അടുക്കുന്നുവോ അത്ര കണ്ട് അവരുടെ ശഫാഅത്ത് നമുക്ക് ലഭിക്കും. അങ്ങനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അവർക്ക് സാധിക്കും എന്നും വിശ്വസിച്ചു. ഈ രണ്ട് വിശ്വാസവും ഇന്നത്തെ നമ്മുടെ നാട്ടിലുള്ള ഭൂരിപക്ഷ മുസ്ലിങ്ങളായ ആളുകളിലുണ്ട്. അതുമില്ല. കാരണം എന്താ? മുദബ്ബിറുൽ ആലം CM മടവൂരാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ള കലിമ ചൊല്ലിയ കുറെ ആളുകൾ. മക്കയിലെ മുശ്രിക്കുകൾക്ക് ലോകം നിയന്ത്രിക്കുന്നത് ലാത്തയോ ഉസ്സയോ മനാത്തയോ ആണ് എന്ന് വിശ്വാസം ഉണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ അവരെക്കാൾ മോശമാണെന്നുള്ള ആളുകൾ നടത്തണം. പിന്നെ ശഫാഅത്തിന്റെ കാര്യത്തിൽ ഈ പറഞ്ഞ ആളുകളൊക്കെ ശഫാഅത്ത് നടത്തും എന്നവർ വിശ്വസിച്ചു. ഇന്നത്തെ ആളുകൾക്കും വിശ്വാസമുണ്ട്, ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടാം. ആരെ തൃപ്തിപ്പെടുത്തി പ്രീതിപ്പെടുത്തി ആരിലേക്ക് അടുക്കാൻ പറ്റുന്നുവോ അവരൊക്കെ പരലോകത്ത് രക്ഷപ്പെടുത്താൻ പറ്റുന്നവരാണ് എന്ന് അന്നത്തെ ആളുകൾ വിശ്വസിച്ചതുപോലെ ഇന്നും വിശ്വസിക്കുന്നു. ഈ രണ്ട് വിശ്വാസത്തിലുള്ള തകരാറ് മക്കയിലെ മുശ്രിക്കുകൾക്ക് ഉണ്ടായത് കൊണ്ടാണ് ആ ആളുകളുടെ രക്തവും സമ്പത്തും അനുവദനീയമായത്. എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ യുദ്ധം ചെയ്യുമ്പോൾ ഒരു രക്തം ചിന്തേണ്ടി വരും. ഒരാളെ രക്തം ചിന്താൻ പറ്റുമോ? ഇല്ല. രക്തം ചിന്തൽ ഹറാമാണ്. പക്ഷേ രക്തം ചിന്തൽ അനുവദനീയമായി. എന്തുകൊണ്ട്? ഇവർ ഈ ശിർക്കുള്ള ആളുകളാണ്, ഉലൂഹിയത്തില്ല. പിന്നെ മരിച്ചുപോയ ആളുകളെ ശഫാഅത്ത് കിട്ടും, അവർക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. ഹാവുലായി ശുഫഹാഉനാ ഇൻദല്ലാഹ്, ഇവർ അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾ ശുപാർശക്കാരാണ് എന്ന് വിശ്വസിച്ചു. ഇതേ വിശ്വാസം ഒന്നുണ്ട്. റുബൂബിയത്തുണ്ട്, ഉലൂഹിയത്തില്ല. പ്രാർത്ഥന എല്ലാവരോടും പറ്റും. പിന്നെ ഇവരൊക്കെ ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടാൻ പറ്റും. അന്നും ഇന്നും ഈ വിശ്വാസമുണ്ട്. അപ്പൊ ഈ തകരാറ് അവൾക്കുണ്ടായി. അപ്പൊ അവരുടെ രക്തം അനുവദനീയമാക്കി. എന്ന് പറഞ്ഞാൽ എന്താ? അവരെ യുദ്ധം ചെയ്യാൻ, കൊല്ലാം. പിന്നെ അംവാലഹും, സമ്പത്ത്. യുദ്ധത്തിൽ പരാജയപ്പെടുമ്പോൾ അവരുടെ സമ്പത്ത് മുസ്ലിങ്ങൾ, യുദ്ധം ജയിച്ച മുസ്ലിങ്ങൾക്ക് കിട്ടും. അതിനാണ് ഗനീമത്ത് സ്വത്ത് എന്ന് പറയുന്നത്. അതാണ് സമ്പത്ത് അനുവദനീയമാകുക എന്ന് പറയുന്നത്. ഇത് രണ്ടും പറയണെന്തിനാ? എന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്തിനു വേണ്ടി, ഏത് കാരണത്താൽ നബിയും സഹാബത്തും മക്കയിലെ മുശ്രിക്കുകളോട് യുദ്ധം ചെയ്തു? അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞിട്ടല്ല, അള്ളാഹുവിനോട് ഇബാദത്ത് തീരെ നടത്താത്തത് കൊണ്ടല്ല, അള്ളാഹുവിന് നേർച്ചയാക്കാത്തത് കൊണ്ടല്ല, അള്ളാഹുവിന് അറക്കാത്തത് കൊണ്ടല്ല, അള്ളാഹുവിനോട് സഹായം ചോദിക്കാത്തത് കൊണ്ടല്ല. ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ? മറ്റുള്ളവരോട് ചോദിക്കാതിരിക്കുക എന്നത് ചെയ്തില്ല. രണ്ടും ചെയ്തു. അള്ളാഹുക്കും കൊടുത്തു, ബാക്കിയുള്ളവർക്കും കൊടുത്തു. അതുകൊണ്ട് ഇസ്ലാമാവില്ല. ഇതെന്തിനാണ് ഇവിടെ വിശദീകരിക്കുന്നത്? ജാഹിലിയത്തിലെ ആളുകളോട് നബി എന്തുകൊണ്ട് യുദ്ധം ചെയ്തോ അതേ തകരാറ് ആരിലുണ്ടായാലും അവർക്കും ഇതേ വിധിയാണ്. എന്ന് പറഞ്ഞാൽ അവർ മുസ്ലിങ്ങളല്ല. പങ്കുവെക്കുക എന്നുള്ളത് ഇസ്ലാമിലില്ല. അള്ളാഹുവിന് കൊടുക്കേണ്ടത് അള്ളാഹുവിന് മാത്രം. അതിൽ വേറെ ആരെയും കൂട്ടാൻ പാടില്ല. അറഫ്തഹീനഇദിൻ അത്തൗഹീദ, നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് നിനക്ക് തൗഹീദ് മനസ്സിലാവുക. ഇപ്പറഞ്ഞ ഇബാദത്തിന്റെ ഇനങ്ങളൊക്കെ അള്ളാഹുവിനെ പാടുള്ളൂവെന്നും അത് വകവെച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് മക്കയിലെ മുശ്രിക്കുകളോട് നബി യുദ്ധം ചെയ്തത് എന്ന് നീ മനസ്സിലാക്കിയാൽ അറഫ്ത ഹീനഇദിൻ, അപ്പോൾ നിനക്ക് തിരിയും അത്തൗഹീദ്, തൗഹീദ് എന്താണെന്നാണ്. അപ്പൊ ജാഹിലിയത്തിലെ മുശ്രിക്കുകൾക്ക് പറ്റിയ പിഴവെന്താണ് എന്ന് മനസ്സിലാക്കുമ്പോഴേ തൗഹീദ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മുശ്രിക്കുകളോട് എന്തുകൊണ്ട് യുദ്ധം ചെയ്തു, എന്തുകൊണ്ട് അവരെ മുശ്രിക്കുകളെന്ന് വിളിച്ചു, എന്തുകൊണ്ട് അവർ ഇസ്ലാമിൽ ഉൾപ്പെട്ടില്ല, അള്ളാഹുവിന് മാത്രം നൽകേണ്ടത് അള്ളാഹുവിന് മാത്രം കൊടുത്തില്ല, അള്ളാഹ്ക്കും കൊടുത്തു, വേറെല്ലാവർക്കും കൊടുത്തു.
الذي دعت إليه الرسل وأبى عن الإقرار به المشركون وهذا التوحيد هو معنى قولك لا إله إلا الله. എന്നിട്ട് ശൈഖ് പറയാം, തൗഹീദ് നിനക്ക് മനസ്സിലാകുന്നത് ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ്. ഏത് തൗഹീദ്? ആ തൗഹീദിലേക്ക് ക്ഷണിക്കാനാണ് എല്ലാ റസൂലുകളും വന്നത്. അള്ളണ്ട് എന്ന് പറയാനല്ല, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറയാനാണ്. ഇത് നേരത്തെ വിശദീകരിച്ച കാര്യമാണ്. ഈ പ്രവാചകന്മാരെല്ലാവരും ക്ഷണിച്ച അള്ളാഹുവിന് മാത്രമേ ഇബാദത്തിന്റെ എല്ലാ ഇനങ്ങളും സമർപ്പിക്കാവൂ എന്ന തൗഹീദിനെ മക്കയിലെ മുശ്രിക്കുകൾ അംഗീകരിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് അവരോട് യുദ്ധം ചെയ്തു. വഹാദ തൗഹീദ്, ഈ തൗഹീദാണ് മാനാ ഖൗലിക ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നീ പറയുന്നതിന്റെ അർത്ഥം ഇപ്പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരുത്തൻ പറഞ്ഞാൽ അവൻ മുസ്ലിം ആവുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നവൻ അതിന്റെ മാന മനസ്സിലാക്കണം. ആ മാന എന്താ? നേരത്തെ പറഞ്ഞ് ചുരുക്കി പറഞ്ഞാൽ ഇബാദത്തിന്റെ എല്ലാ ഇനങ്ങളും അള്ളാഹുവിന് മാത്രം കൊടുക്കുമ്പോഴാണ് ഒരുത്തൻ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം മനസ്സിലാക്കുന്നതും അവൻ മുസ്ലിമായി തീരുന്നതും. ഇത് പറയാൻ കാരണം അള്ളാഹു ആണ് ആരാധനക്കർഹൻ, മറ്റാരെയും ആരാധിക്കരുത് എന്ന് മനസ്സിലാക്കണം. മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് പിഴച്ചുപോയ ചില ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ ഖാലിഖ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നല്ല, സൃഷ്ടിക്കുന്നവൻ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് അർത്ഥം വെച്ച ആളുകളുണ്ട്. അതാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം? അല്ല, സൃഷ്ടിക്കുന്നത് അള്ളാഹു മാത്രാണ് എന്ന് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ? ഓൽക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താന്ന് മനസ്സിലായി. ഇലാഹ് എന്നാൽ അല്ലെങ്കിൽ അള്ളാഹു എന്നാൽ ഖാലിഖ്, സൃഷ്ടാവ് എന്നല്ല, റിസ്ക് നൽകുന്നവൻ, വിഭവങ്ങൾ നൽകുന്നവൻ അള്ളാഹുവാണ് എന്നുമല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം. കാരണം റാസിഖ് അള്ളാഹുവാണ് എന്ന് മക്കയിലെ മുശ്രിക്കുകൾ അംഗീകരിച്ചിട്ടുണ്ട്. ആരാണ് മഴ വർദ്ധിച്ചു തരുന്നത്, വിഭവങ്ങൾ നൽകുന്നത് എന്ന് ചോദിച്ചാൽ അള്ളാഹുവാണെന്ന് അവർ പറയും. ആകാശങ്ങളെയും ഭൂമിയെയും ഒക്കെ നിയന്ത്രിക്കുന്ന ആരാണ് എന്ന് ചോദിച്ചാൽ മുദബ്ബിറുൽ ആലം ആരാണ് എന്ന് ചോദിച്ചാൽ CM മടവൂരാണ് എന്ന് പറയില്ല. ലാത്തയോ ഉസ്സയോ മനാത്തയോ ആണ് എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് മുദബ്ബിർ അള്ളാഹുവാണ് എന്നാണ് അവർ. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ മുദബ്ബിറ ഇല്ലല്ലാഹ്, നിയന്ത്രിക്കുന്നവൻ അള്ളാഹു അല്ലാതെ മറ്റാരുമല്ല എന്നല്ല അതിന്റെ അർത്ഥം. മുൻ മാതൃകയില്ലാതെ പുതുമയോടുകൂടി ഉണ്ടാക്കാൻ കഴിവുള്ളവൻ എന്നുമല്ല ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം. ഇപ്പറഞ്ഞ അർത്ഥങ്ങളൊക്കെ സൃഷ്ടാവ് അല്ലെങ്കിൽ വിഭവങ്ങൾ നൽകുന്നവൻ, നിയന്ത്രിക്കുന്നവൻ, പുതുമയാർന്ന വസ്തുക്കൾ സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ, ഇതൊക്കെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ അള്ളാഹു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഇതൊന്നും അതിന്റെ ശരിയായ അർത്ഥമല്ല. മറിച്ച് എന്താണ്? ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രം, ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാകുന്നു എന്ന് വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യലാണ്. അതാണ് തൗഹീദ്. അപ്പോ ഈ വിഷയത്തിൽ ഒരുപാട് ആളുകൾക്ക് പിഴവ് പറ്റിയിട്ടുണ്ട്. പണ്ടും സംഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും സംഭവിക്കുന്നു. ഏത് വിഷയത്തിൽ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്ന വിഷയത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ട്. فإن الإله عندهم هو الذي يقصد لأجل هذه الأمور سواء كان ملكا أو نبيا أو وليا أو شجرة أو قبرا أو جنيا لم يريدوا أن الإله هو الخالق الرازق المدبر. إن شيخ ഇവിടെ പറയുന്നത് فإن الإله عندهم هو الذي يقصد لأجل هذه الأمور, അവരുടെ അടുക്കൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ അൽ ഇലാഹ് യഥാർത്ഥ ആരാധ്യൻ എന്ന അർത്ഥം കിട്ടുന്ന ഇലാഹ് എന്ന വാക്കിന് അവരുടെ അടുക്കലുള്ള അർത്ഥം അല്ലെങ്കിൽ അവരുദ്ദേശിച്ചത് എന്താണ്? അല്ലദീ യുഖ്സദു ലി അജ്ലി ഹാദിഹിൽ ഉമൂരി, ഇക്കാര്യങ്ങൾക്ക് വേണ്ടി ആരെ ഉദ്ദേശിക്കപ്പെടുന്നുവോ അവനാണ് ഇലാഹ് എന്നാണ് അവർ മനസ്സിലാക്കിയത്. അത് മലക്കായാലും ശരി, നബിയായാലും ശരി, വലിയായാലും ശരി, മരമായാലും ശരി, ഖബറായാലും ശരി, ജിന്നായാലും ശരി, ഈ പറഞ്ഞ ഏതാളാണെങ്കിലും ശരി. അതിലിപ്പോ ജീവനുള്ളത് പെട്ടു, ജീവൻ ഇല്ലാത്തത് പെട്ടു, പിന്നെ വിശ്വാസികൾ പെട്ടു, അല്ലാത്തതും പെട്ടു. വിശ്വാസികൾ പെട്ടു എന്ന് പറഞ്ഞാൽ മലക്ക്, നബി, വലിയ, ഇതൊക്കെ വിശ്വാസമുള്ള ആളുകളാണ്, സാലിഹ്യങ്ങളാണ്. മരം എന്ന് പറഞ്ഞത് ജീവൻ ഇല്ലാത്ത സാധനമാണ്. ഖബർ എന്ന് പറഞ്ഞാൽ ഖബർ കിടക്കുന്ന ആളുകൾ, ജിന്ന്, ഇങ്ങനെ എന്തായാലും ശരി ഈ ആളുകൾക്കാണ് അവർ ഇലാഹ് എന്നതുകൊണ്ട് ജാഹിലിയത്തിലെ ആളുകൾ മനസ്സിലാക്കിയത്. ലം യുരീദു, അവർ മനസ്സിലാക്കിയില്ല, ഉദ്ദേശിച്ചില്ല, അന്നൽ ഇലാഹ,
ഹുവൽ ഖാലിഖുർ റാസിഖുൽ മുദബ്ബിറു, സൃഷ്ടിക്കുകയും റിസ്ക് നൽകുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നവനാണ് ഇലാഹ് എന്ന അർത്ഥം അവർ മനസ്സിലാക്കിയില്ല. ഫഇന്നഹും യഅലമൂന അന്ന ദാലിക ലില്ലാഹി വഹ്ദഹു കമാ ഖദ്ദംതു ലക്കും, മുമ്പ് നിങ്ങളോട് ഞാൻ പറഞ്ഞതുപോലെ ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ അള്ളാഹുവാണ് ചെയ്യുന്നത് എന്നവർക്കറിയാമായിരുന്നു. ആരാ സൃഷ്ടിച്ചത്? അള്ളാഹു. ആരാ റിസ്ക് തരുന്നത്? അള്ളാഹു. ആരാണ് നിയന്ത്രിക്കുന്നവൻ? അള്ളാഹു. അതവർക്കറിയാം. വഇന്നമാ യഅലൂന ബിൽ ഇലാഹ്, ഇലാഹ് എന്നതുകൊണ്ട് അവരുദ്ദേശിച്ചത് മാ യഅനിൽ മുശ്രികൂന ഫീ സമാനിനാ ബിലഫ്ദി സയ്യിദ്, നമ്മുടെ കാലഘട്ടത്തിലെ ശിർക്ക് ചെയ്യുന്ന മുസ്ലിങ്ങളായ ആളുകൾ സയ്യിദ് എന്ന വാക്കുകൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് ആ അർത്ഥമാണ് ജാഹിലിയത്തിലെ മുശ്രിക്കുകൾ ഇലാഹ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കിയത്. ഇത് ശൈഖിന്റെ വാചക, അതിന്റെ വിശദീകരണം പിന്നെ പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന് പറഞ്ഞാൽ മക്കയിലെ മുശ്രിക്കുകൾ മനസ്സിലാക്കിയത് സൃഷ്ടാവ് അള്ളാഹു അല്ലാതെ വേറെ ആരുമില്ലെന്നോ, റിസ്ക് നൽകുന്നവൻ വേറെ ആരുമില്ലെന്നോ, നിയന്ത്രിക്കുന്നവൻ അള്ളാഹു അല്ലാതെ വേറെ ആരുമില്ലെന്നോ എന്ന വിഷയത്തിൽ അവർക്ക് തർക്കമുണ്ടായിരുന്നില്ല. അതൊക്കെ അല്ലാഹ്. പിന്നെ ഇലാഹ് എന്ന് പറഞ്ഞാൽ അവരെന്താ മനസ്സിലാക്കിയത്? ഇലാഹ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സഹായം ചോദിക്കാൻ പറ്റുന്ന, തേടാൻ പറ്റുന്ന, നമ്മുടെ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ പറ്റുന്ന, നേർച്ച നൽകാൻ പറ്റുന്ന, അറിവ് നടത്താൻ പറ്റുന്ന ആള്, അതാണ് ഇലാഹ്. അത് അള്ളാഹു അല്ലാതെ വേറെ ആരുമില്ല എന്ന് പറഞ്ഞപ്പോ അവർക്കത് മനസ്സിലായി. അപ്പോ അതവർ അംഗീകരിച്ചില്ല. കാരണം എന്താ? സൃഷ്ടാവ് അള്ളാഹുവാണ്, തർക്കല്ല. റാസിഖ് അള്ളാഹുവാണ്, തർക്കല്ല. മുദബ്ബിർ അള്ളാഹുവാണ്, തർക്കല്ല. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ പറ്റുന്നവൻ, സമീപിക്കാൻ പറ്റുന്നവൻ, അത് അള്ളാഹു അല്ലാത്ത വേറെ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അവർ അംഗീകരിക്കാതിരുന്നത്. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം എന്ന് മക്കയിലെ മുശ്രിക്കുകൾക്ക് കൃത്യമായി മനസ്സിലായിരുന്നു. മനസ്സിലായതുകൊണ്ട് അംഗീകരിക്കാന്ന്. എന്നിട്ട് ഷെയ്ഖ് പറയണത് എന്താ അവിടെ? വഇന്നമാ യഅലൂന ബിൽ ഇലാഹ്. ഈ ഷെയ്ഖിന്റെ കാലഘട്ടത്തിൽ, ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചെല്ലുകയും എന്നിട്ട് അള്ളാഹു അല്ലാത്തവർക്ക് ദുആഉം ഇബാദത്തും നേർച്ചയും അറവും ഇസ്തിഗാഥയും ഒക്കെ സമർപ്പിക്കുകയും ചെയ്ത ആളുകൾ, ഇലാഹ് എന്നതുകൊണ്ട് അവർ ഉദ്ദേശിച്ചത്, മക്കയിലെ ആളുകൾ ഉദ്ദേശിച്ചത് മാ യഅനിൽ മുശ്രികൂന ഫീ സമാനിന, നമ്മുടെ കാലഘട്ടത്തിലുള്ള മുശ്രിക്കുകൾ ഉദ്ദേശിച്ചത് എന്താണോ അതേ കാര്യമാണ്. സയ്യിദ് എന്ന വാക്കുകൊണ്ട് നമ്മുടെ കാലഘട്ടത്തിലുള്ള മുശ്രിക്കുകൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ അർത്ഥമാണ് ഇലാഹിന് മക്കയിലെ മുശ്രിക്കുകൾ മനസ്സിലാക്കിയിരുന്നത്. അപ്പൊ നമ്മുടെ കാലഘട്ടത്തിൽ, ആ ഷെയ്ഖിന്റെ കാലഘട്ടത്തിൽ ഏകദേശം 100-200 കൊല്ലം മുമ്പ് സൗദി അറേബ്യയിൽ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചതുപോലെ ഈത്തപ്പനയെ പോലും ആരാധിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടുണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദുആ അള്ളാഹു അല്ലാത്തവർക്കും അള്ളാഹുവിനും കൊടുത്തു. അപ്പൊ അവരെ കുറിച്ച് ഇവിടെ ഷെയ്ഖ് എന്താ പറയുന്നത്? മുശ്രിക്ക്. ഈ മുശ്രിക്കുകൾ അവർ ഏതൊക്കെ ഔലിയാക്കളോട് മരിച്ചുപോയ ആളുകളോടാണോ സഹായം തേടിയത് അവരെ കുറിച്ച് അറേബ്യയിലെ ഷെയ്ഖിന്റെ കാലഘട്ടത്തിലെ ആളുകൾ പറഞ്ഞ പേരെന്താ? സയ്യിദ്. സയ്യിദിനോട് ചോദിക്കുക, സയ്യിദിനോട് ഇസ്തിഗാഥ നടത്തുക. ഏത് നമ്മുടെ നാട്ടിലിപ്പോ ആളുകൾ പറയുന്ന വാക്കെന്താ? ഈ സയ്യിദുണ്ട്, സാദാത്യങ്ങൾ എന്നാണ്. ഇവരെ വയലിൽ നോട്ടിച്ചെടുക്കണം. സാദാത്യങ്ങളും ആരിഫീങ്ങളും ആലിമീങ്ങളും ഇതിനൊക്കെ വേറെ വേറെ അർത്ഥാണ്. ഈ സയ്യിദ് എന്നാൽ ഇങ്ങനെ അള്ളാഹുവിലേക്ക് അടുത്ത, മറ്റുള്ളവരെ അടുപ്പിക്കാൻ പറ്റുന്ന, ശഫായത്ത് നടത്താൻ പറ്റുന്ന, സഹായിക്കാൻ പറ്റുന്ന കഴിവുകളുള്ള ആളുകളാണ് എന്നാണല്ലോ വിശ്വാസം. ഇതേ വാക്കന്നാണ് സയ്യിദ് എന്നതിന്റെ ബഹുവചനാണ് സാദാത്ത്. ഇവിടെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ നോട്ടീസിലും മേദലും ഒക്കെ കേൾക്കുന്ന വാക്കാണ് സാദാത്യങ്ങൾ. അതിന് പകരം മലയാളത്തിൽ വാക്ക് ഉപയോഗിക്കും. അതെന്താ? തങ്ങള്, ഓറ്, അപ്പൊ മറ്റേ ആ തങ്ങൾ, ഈ തങ്ങൾ, ഇതൊക്കെ ഈ സയ്യിദാണ്. അപ്പോ ഷെയ്ഖിന്റെ കാലഘട്ടത്തിലെ കലിമ ചൊല്ലി ശിർക്ക് ചെയ്ത മുശ്രിക്ക് ഉപയോഗിച്ച സയ്യിദ്, ആ സയ്യിദാണ് ഇന്നത്തെ തങ്ങൾ എന്ന പേരിൽ, എല്ലാ തങ്ങന്മാരും കേട്ടോ, തങ്ങൾ എന്ന പേരിൽ പ്രത്യേകം പരിഗണന കൊടുത്തുകൊണ്ട് പറയുന്ന ആളുകൾ. അതുപോലെ തന്നെ സാദാത്യങ്ങൾ എന്ന് പറയുന്നതും ഈ സയ്യിദിന്റെ ബഹുവചനമാണ്. ഇതേ അർത്ഥമാണ് ഇലാഹ് എന്നതിന് മക്കയിലെ മുശ്രിക്കുകൾ മനസ്സിലാക്കിയത്. എന്ന് പറഞ്ഞാൽ ഇവരെന്താണോ ഉദ്ദേശിച്ചത്? സഹായിക്കാൻ പറ്റുന്നവൻ, അതുകൊണ്ട് തന്നെ ചോദിക്കാൻ പറ്റുന്നവർ, നേർച്ചയാക്കാൻ പറ്റുന്നവർ, അടുപ്പിക്കാൻ പറ്റുന്നവർ, ശഫായത്ത് ചെയ്യുന്നവർ,
നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവർ. ഈ അർത്ഥത്തിൽ അന്നും ഇന്നും ശിർക്ക് ചെയ്യുന്ന ആളുകൾ ഉപയോഗിക്കുന്ന അതേ ആശയത്തിലാണ് ഇലാഹ് എന്ന വാക്ക് മക്കയിലെ മുശ്രിക്കുകൾ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ അവര് ഇത് പറഞ്ഞപ്പോൾ എതിർത്തു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, നേർച്ചയാക്കാൻ പറ്റുന്നവൻ അള്ളാഹു അല്ലാതെ വേറെ ആരുമില്ല എന്നാണോ നീ പറയുന്നത്? ഇസ്തിഗാസ നടത്താൻ പറ്റുന്നവൻ അള്ളാഹു അല്ലാതെ വേറെ ആരുമില്ല എന്നാണോ പറയുന്നത്? അറവ് നടത്താൻ പറ്റുന്നവൻ അള്ളാഹു അല്ലാതെ വേറെ ആരുമില്ല എന്നാണോ പറയുന്നത്? അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് സൃഷ്ടാവ് അള്ളാഹു മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എതിർപ്പുണ്ടോ? ഇല്ല. റിസ്ക് നൽകുന്നവൻ അള്ളാഹു മാത്രമേ ഉള്ളൂ. മക്കയിലെ മുസ്ലിങ്ങൾക്ക് എതിർത്തോ? ഇല്ല. മുദബ്ബിർ, ലോകം നിയന്ത്രിക്കുന്നവൻ അള്ളാഹു മാത്രമേ ഉള്ളൂ. എതിർത്തോ? ഇല്ല. അപ്പോ ഇലാഹ് എന്താണ് എന്നതിന്റെ ശരിയായ അർത്ഥം അവർക്ക് മനസ്സിലായി. അപ്പോ മുഹമ്മദ്, നീ പറയുന്ന ഈ കാര്യം ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല. എന്നിട്ട് ഷെയ്ഖിന്റെ ഗ്രന്ഥങ്ങളിലും വേറെ പല ഗ്രന്ഥങ്ങളിലും കാണാം, സൗദി അറേബ്യയുടെ പല പ്രദേശങ്ങളിൽ നജ്റാൻ എന്ന് പറഞ്ഞാൽ യമനോട് ചേർന്ന സൗദിന്റെ അതിർത്തി പ്രദേശമാണ്. നജ്റാൻ, ജീസാൻ, അബഹ എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങൾ. അത്തരം സ്ഥലങ്ങളിൽ മക്കാരിമത്ത്, കറാമത്തിന്റെ എന്നുള്ള വാക്കാണ് മക്കാരിമത്ത്, മക്രുമത്ത് മക്കാരിമ എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ സൗദി അറേബ്യയിലെ ഇത്തരം ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. അവിടെ മാത്രമല്ല, വേറെയും പല സ്ഥലങ്ങളിലും ഇങ്ങനെ വിളിക്കപ്പെടുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഈ തങ്ങന്മാർക്കും സാദാത്യങ്ങൾക്കും ഇങ്ങനെ അവർ വിശ്വസിക്കുന്ന ആളുകൾക്കും എന്ത് ചെയ്തു? ഹൃദയം കൊണ്ട് അവരിലേക്ക് ഈ സാദാത്യങ്ങളിലേക്ക് മുന്നിട്ടു. ആരിലേക്ക് മുന്നിടുന്നതിന് പകരം? അള്ളാഹുലേക്ക് മുന്നിടുന്നതിന് പകരം. ഹൃദയം ആരിലേക്കാ കൊടുക്കേണ്ടത്? അള്ളാഹ്ക്കാ കൊടുക്കേണ്ടത്. മനസ്സുകൊണ്ട് അള്ളാഹുവിനെ ലക്ഷ്യം വെക്കണം. അതിന് പകരം അള്ളാഹുവിനെ ലക്ഷ്യം വെക്കുന്നതിന് പകരം ഈ പറയുന്ന സാദാത്യങ്ങൾക്ക് അവരെ ലക്ഷ്യം വെച്ചു. എന്നാൽ മനസ്സുകൊണ്ട് തേടുന്നത് ഈ സാദാത്യങ്ങളോടാണ്. വയർജൂന ശഫായത്തഹും, ഈ സാദാത്യങ്ങളോട് ശഫായത്ത് പ്രതീക്ഷിച്ചു. അവരെ തൊടുകയും തടവുകയും ചെയ്തു. തമസ്സഹ, എന്തിനാ? തബറുക്കൻ വതഖറുബൻ, അവരുടെ ബർക്കത്ത് കിട്ടാൻ വേണ്ടി. എന്നുണ്ടല്ലോ, കാല് തടവുന്നവർ, കൈ തടവുന്നവർ, എന്തിനാ? ബർക്കത്ത് കൊണ്ട് പകരാനാണ്. അതും ബർക്കത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാം. ബർക്കത്ത് എന്ന് പറയുന്നത് ബർക്കത്താണ് അർത്ഥം, ബർക്കത്തല്ല. എല്ലാം മൗലവിമാരടക്കം പറയാ ബർക്കത്ത് എന്നാണ്. റാക്ക് സുക്കൂനല്ല, ബർക്കത്ത് എന്ന് പറയുന്നത് ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് നീങ്ങുകയില്ല. ബർക്കത്ത് ആരിൽ നിന്നാണ്? അള്ളാഹുവിൽ നിന്നാണ്. ഒരു ഷെയ്ഖിനെ, ഒരു സയ്യിദിനെ പോയി തൊട്ടാൽ അയാളിൽ നിന്ന് ഒന്നും നമ്മളിലേക്ക് ഇങ്ങോട്ട് പകരൂല. അങ്ങനെ നീങ്ങണ സാധനമല്ല ബർക്കത്തുണ്ട്. എന്നാൽ ആളുകളുടെ ഉദ്ദേശം എന്താ? അയാളെ തൊട്ടാൽ, തടവിയാൽ അയാളിൽ നിന്ന് നമുക്ക് ഗുണം കിട്ടും. അതാണ് യതമസ്സഹൂന തബറുക്കൻ വതഖറുബൻ, അവരിലേക്ക് അടുക്കാനും അവരിൽ നിന്ന് ബർക്കത്ത് ലഭിക്കാൻ വേണ്ടിയും ഇത്തരം സാദാത്യങ്ങളെ തടവുന്നു. തുപ്പിയത് കുടിക്കുന്നുണ്ടല്ലോ, തുടർന്നും തടവ് മാത്രമല്ല, തുപ്പിയത് കുടിക്കുന്നതൊക്കെ കൊണ്ടാണ്. പിന്നെ വായിൽ വെച്ചെടുത്ത ഗ്ലാസ് ഒരു തുള്ളി, പിന്നെ അടുത്ത ആള് വായിലേക്ക് ഒരു തുള്ളി എടുക്കും. അങ്ങനെ ഒരു ഗ്ലാസ് 100 ആൾക്കാർ കുടിക്കും. അതെന്തിനാ? ബർക്കത്തിട്ടാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ്, മുടി, പൊതുവെടുത്ത വെള്ളം, ഇതുകൊണ്ടൊക്കെ സഹാബത്ത് ബർക്കത്തെടുത്തിട്ടുണ്ട്. അത് വേറെ വിഷയമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കല്ലാതെ പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠനായ അബൂബക്കർ സിദ്ദീഖിന് പോലും ആ ഒരു മഹത്വമല്ല. നബി മരിച്ചിട്ട് അബൂബക്കർ സിദ്ദീഖിന് ആരും തോണ്ടാനും തടവാനും പോയിട്ടില്ല. അബൂബക്കർ സിദ്ദീഖിന്റെ വേർപ്പെടുത്താനും സൂക്ഷിച്ചിട്ടില്ല. അബൂബക്കർ സിദ്ദീഖിന്റെ പിന്നെ മുടിയെടുത്ത് വെച്ചിട്ടില്ല. അതൊന്നും ആരും ബർക്കത്തില്ല. ബർക്കത്ത് അത് നബിക്ക് മാത്രം, വേറെ ആർക്കില്ല. എന്നാൽ അത് നബിക്കുള്ളതൊക്കെ ഈ സാദാത്യങ്ങൾക്കുണ്ട് എന്ന വിശ്വാസപ്രകാരമാണ് ഈ പറയുന്ന ഇതൊക്കെ ചെയ്യുന്നത്. ഈ സി എം മടവൂര് എന്റെ വല്യമ്മന്റെ വീട്ടിൽ വന്നപ്പോ, ഞാൻ ചെറിയ കുട്ടിയാകാത്ത അവിടെ പോയപ്പോ ഞാൻ കണ്ടതാണ്. ഇയാൾക്ക് ഒരു ചായ കൊടുത്തു, ഗ്ലാസ് ചായ. എന്നിട്ട് അയാൾ വായിൽ വെച്ച് അങ്ങനെ തന്നെ അങ്ങോട്ട് കൊടുത്തു. പിന്നെ അങ്ങനെ കൈമാറി കുറെ ആളുകളുടെ കുറെ ആൾക്കാർ കുടിച്ചു. ഓരോ തുള്ളി ഇവിടെ ഒറ്റത്തിൽ നനക്കുക, എന്താ അങ്ങോട്ട് ബർക്കത്ത് പകരും. ഇതൊക്കെ ചെയ്തതുകൊണ്ട് ഫസറഫൂ ലഹും ശൈഅൻ മിനൽ ഇബാദ, ഇബാദത്തിൽപ്പെട്ട ചില കാര്യങ്ങൾ അവർ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് സമർപ്പിച്ചു. അപ്പൊ ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന അതേ പണി ഷെയ്ഖിന്റെ കാലഘട്ടത്തിലുള്ള ആളുകൾ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക്, ഈ മക്കാരിമ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ സാദാത്യങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾക്ക് കൊടുത്തു. അപ്പൊ എന്താ? ഇബാദത്ത് അല്ലാത്ത ആൾക്ക് കൊടുക്കുമ്പോ ശിർക്കായി. പിന്നെ ഇവരിൽ നിന്ന് ഉപകാരം അല്ലെങ്കിൽ ഉപദ്രവം പ്രതീക്ഷിക്കുന്നു. ഇവരെ തൃപ്തിപ്പെടുത്തിയാൽ, അവരോട് ചോദിച്ചാൽ, അവരുടെ ഇസ്തിഗാസ നടത്തിയാൽ, അവർക്ക് നേർച്ചയാക്കിയാൽ, അവർക്ക് അറിവ് നടത്തിയാൽ എന്തുണ്ടാവും? ഉപകാരം കിട്ടും, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം കിട്ടും. ഇനി പോകണം എന്നുദ്ദേശിക്കുന്ന കാര്യം ഉണ്ടാവും. ഉപദ്രവത്തെ തടുക്കുക, അതും ഇവരിൽ നിന്ന് കിട്ടും. വന്ന വിപത്ത് നീങ്ങിപ്പോകാൻ, രോഗം മാറാൻ, ആപത്തുകൾ വരാതിരിക്കാൻ, വന്നത് പോകാനും വരാതിരിക്കാനും അതിനൊക്കെ ആർക്ക് പറ്റും? ഈ സാദാത്യങ്ങൾക്ക് പറ്റും. അതുകൊണ്ടാണ് ഈ പറഞ്ഞ തൊട്ടു തടവലും ഒക്കെ ചെയ്യുന്നത്.
അതൊക്കെ എന്താണ്? അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് ഇത്തരം കഴിവുണ്ടെന്ന് വിശ്വസിക്കലാണ്. അപ്പൊ അത് ഇബാദത്താണ്, അത് അവർക്കുള്ള ഇബാദത്തായി, അപ്പൊ അത് അള്ളാഹുവിൽ പങ്കുചേർക്കലായി, ശിർക്കായി. അപ്പൊ അള്ളാഹു ഉണ്ട് എന്ന് പറയുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയും അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്താൽ ഈ കലിമ ചൊല്ലിയതുകൊണ്ട് കാര്യമില്ല. അതാണ് നേരത്തെ പറഞ്ഞത്. ആ വാക്ക് അവരെ ഇസ്ലാമിൽ ഉൾപ്പെടുത്തിയില്ല, പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. അപ്പൊ അതാഹും അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഊഹും ഇലാ കലിമത്തി തൗഹീദ്. ഇത്തരം വിശ്വാസം വെച്ചു പുലർത്തിയ മക്കയിലെ മുശ്രിക്കുകളിലേക്ക് ആ ഘട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ വന്നു. എന്തിനാ വന്നത്? അള്ളണ്ട് എന്ന് പറയാനല്ല, യദ്ഊഹും മക്കയിലെ മുശ്രിക്കുകളെ ക്ഷണിക്കാൻ ഇലാ കലിമത്തി തൗഹീദ്, തൗഹീദിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാചകത്തിലേക്ക്. ആ വാചകത്തിന്റെ അർത്ഥം എന്താ? നിങ്ങൾ അള്ളാഹുവിനെയും ആരാധിക്കുന്നു, അള്ളാഹു അല്ലാത്തവരെയും ആരാധിക്കുന്നു, അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നു, അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുന്നു. ഇത് ഇസ്ലാം അല്ല, ഇത് തൗഹീദല്ല. അതുകൊണ്ട് ഈ പറയുന്ന ഇബാദത്തിന്റെ എല്ലാ ഇനങ്ങളും കൊടുക്കാൻ അർഹതപ്പെട്ടവൻ അള്ളാഹു മാത്രമേ ഉള്ളൂ. നിങ്ങൾ രണ്ടും ചെയ്യുന്നു, അതുകൊണ്ട് നിങ്ങൾ അതിന്റെ ആളുകളല്ല, നിങ്ങൾ ഇതിലേക്ക് വരണം. ഇത് ക്ഷണിക്കാനാണ് നബി വന്നത്. വൽ മുറാദു മിൻ ഹാദിഹിൽ കലിമ മഅനാഹ ലാ മുജറദു ലഫ്ദിഹാ. ഈ വാക്കുകൊണ്ടുള്ള ഉദ്ദേശം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കുകൊണ്ടുള്ള ഉദ്ദേശം ആ വാക്കിന്റെ അർത്ഥമാണ്, ആശയമാണ്. ലാ മുജറദു ലഫ്ദിഹ, ആ വാക്ക് മൊഴിയുക എന്നത് മാത്രമല്ല. എന്ന് പറഞ്ഞാൽ എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. പറയൽ മാത്രമാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉദ്ദേശം? അല്ല, മറിച്ചെന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയലും അത് എന്തൊരു ആശയം ഉൾക്കൊള്ളുന്നുവോ ആ ആശയം സ്വീകരിക്കലുമാണ്. ഇത് രണ്ടും കൂടി ഉണ്ടാകുമ്പോഴേ ഒരാൾ മുസ്ലിം ആവുകയുള്ളൂ. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക എന്നത് മാത്രമല്ല ഉദ്ദേശം, ആശയമാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാം, ഒരുത്തൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു വ്യക്തമായി പറഞ്ഞാൽ ഒരു അക്ഷരത്തിന് ഒരു കുഴപ്പമില്ല. പക്ഷേ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയമായ ഇബാദത്ത്, ദുആ അല്ലാഹുവിന് മാത്രമേ പാടുള്ളൂ എന്ന അർത്ഥം അയാൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ ഈ പറഞ്ഞതിന് വല്ല ഫലമുണ്ടോ? ഇല്ല. അപ്പൊ എത്രയോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ എണ്ണി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. പറഞ്ഞതുകൊണ്ടൊരു ഫലം ഉണ്ടാവില്ല. അതുകൊണ്ട് മാത്രം അതിന്റെ ആശയം ഉൾക്കൊണ്ട് ഇബാദത്ത്, ദുആ അതിന്റെ എല്ലാ ഇനങ്ങളും അള്ളാഹുവിനും